സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും ഒന്നും ഇല്ലാത്ത കാലത്ത് കേരളക്കരയാകെ വിശേഷിച്ച് മലബാർ മേഖലയാകെ ഇളക്കി മറിച്ച ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷുക്കൂർ സുന്ദരന എന്ന് പറഞ്ഞ ഒറ്റ പാട്ടില് കേരളക്കരയാകെ ഇളക്കി മറിച്ച ഷാനവാസ് മാമ്പള്ളി. സ്വാഗതം. എങ്ങനെയാണ് ഈ ഷുക്കൂർ സുന്ദരന എന്ന് പറഞ്ഞ പാട്ടിലേക്ക് നമ്മൾ ആദ്യം എത്തിപ്പെടുന്നത്? കാരണം അതായിരുന്നല്ലോ നിങ്ങളുടെ തുടക്കം. നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. അവിടെ തുടങ്ങാം അല്ലേ? അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സമയത്ത് ഈ അഭിനയിക്കാനുള്ള മോഹം ഒരു ചെറുപ്പം മുതലുണ്ട്. ഒരു 3ാം ക്ലാസ് മുതൽ മോണാക്ട് നാടകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ട്. പലയിടത്തും നമ്മൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അതൊന്നും വിജയിക്കാതെ പരാജയപ്പെടുന്നു. അങ്ങനെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ സ്കൂൾ ജസ്റ്റ് കഴിഞ്ഞു, ജോലിക്കൊക്കെ ഇറങ്ങി. ആ സമയത്താണ് പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തു വലയങ്ങളുണ്ട്. ഞങ്ങൾ മെയിൻ അങ്ങാടി എന്ന് പറഞ്ഞ മങ്കട, ഈ മങ്കടയിലെ സുഹൃത്തു വലയങ്ങൾ, അവരുമായിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു പ്രൊജക്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യാന്ന് വെച്ചു. അപ്പോഴാണ് ഒരു ദിവസം ഈ ജിയാദ് മങ്കട എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് നല്ലൊരു ഞങ്ങളൊക്കെ പാടെ ചെയ്തിരുന്ന ഒരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ഒരു പാട്ടാക്കിയിട്ട് അത് ചെയ്യാന്നില്ല. അതായത് അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആൽബം ഇൻഡസ്ട്രിയുടെ ഒരു അതിന്റെ ഒരു ബൂമുള്ള സമയമായിരുന്നു. ഭയങ്കര ബൂം പറഞ്ഞാല് പ്രണയ സോങ്ങുകൾ അടക്കി വാഴുന്ന സാഹചര്യം. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. കൊല്ലം ഷാഫിക്ക, താജുക്ക, അങ്ങനെയുള്ള സലീം കോടത്തൂര്, അങ്ങനെ കുറെ ടീംസ് ഇല്ലേ. സലീമ ഷുക്കൂറിന് കഴിഞ്ഞതിന് ശേഷം ഷാഫിക്കും താജുക്കും അടക്കി വാഴുന്ന ഒരു പ്രണയത്തിന്റെ അഫ്സലിക്ക ആ ഒരു ടൈമിലേക്ക് ഒരു കണ്ടന്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞങ്ങളൊന്നുമല്ല, ബിഗ് സീറോ ആണ്. അത് ഞങ്ങളൊരു കോമഡി കണ്ടന്റ് പിടിച്ചിട്ട് ഞങ്ങൾ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഇത് കയറി പൊട്ടും, ഇല്ലെങ്കിൽ ഇത് കയറി എയറിലാവും. രണ്ടാലൊക്കെ സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണിക്കിറങ്ങിയതാ. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഷുക്കൂറാണ് സുന്ദര എന്നുള്ളത്. നാടകമായിരുന്നു അത്. ആ നാടകത്തിനെ പാട്ടാക്കി മാറ്റി. നാടകത്തിൽ മെയിൻ ആയിട്ട് വാപ്പ ആയിരുന്നു അതിൽ ഒരു പഞ്ചിങ് ക്യാരക്ടർ വന്നിരുന്നത്. സോങ്ങിലേക്ക് നാട്ടിൽ തന്നെ നാടകം കളിക്കാറുണ്ടായിരുന്നു? ഇല്ല, സ്കൂൾ തലങ്ങളിൽ ചെറുപ്പം മുതൽ ചെയ്തിരുന്ന, സ്കൂളിലൊക്കെ ചെയ്തിരുന്ന നാടകങ്ങളാണ്. അപ്പൊ അതിൽ വാപ്പയായിരുന്നു ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ആയി വന്നിരുന്നത് നാടകത്തിൽ. വാപ്പാന്റെ ക്യാരക്ടറായിരുന്നു. പിന്നെ അതൊരു സോങ്ങിലേക്ക് മാറ്റിയപ്പോ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി, ഷുക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് നല്ലൊരു ക്യാരക്ടർ, അതായത് ഒരു കോമഡിയൻ സാധനമല്ല. അപ്പൊ അത് ചെയ്യാൻ പലർക്കും മടിയാണ്. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടറും ചെയ്യാൻ ആളുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ആളെ കണ്ടെത്താം, അത്യാവശ്യം ഒരു ഫെയിമില്ല ആളെ കിട്ടി നമുക്ക് അത് സംഭവമാക്കാന്ന് എഴുതിയിട്ട് അന്നത്തെ പ്രഗത്ഭനായ ഒരു കോമഡി താരത്തെ നമ്മൾ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നമ്മളോട് അയാൾക്ക് ഒരു ദിവസത്തിന് 10,000 രൂപ. ഞങ്ങളിവിടെ ആകെ 350 രൂപ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കൊന്നും സ്ഥിരം പണിയില്ല. ഞാനാണ് ഒരു പെയിന്ററായി വർക്ക് ചെയ്യാണ്. അതായത് ഞാൻ അതിന്റെ മുന്നേ തന്നെ 8ാം ക്ലാസ് മുതൽ തന്നെ പണിക്കിറങ്ങിയ ഒരു തരികിടക്കാരനാണ്. തരികിട മീൻസ് പറഞ്ഞാല് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാൻ നമ്മൾ ചെറിയ ലീവും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പണിക്ക് പോകും. അങ്ങനെ എനിക്ക് പെയിന്റിങ് ഏകദേശം വശമായതുകൊണ്ട് ഞാൻ ആ പെയിന്റിങ് പണിക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് പൈസ കൊടുക്കാമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുക്കൂർ എന്നുള്ള ക്യാരക്ടർ നിർബന്ധമാണല്ലോ. ആ ക്യാരക്ടർ ഒരിക്കലും മാറ്റരുതല്ലോ. വാപ്പ എന്ന ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ഒരു ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ഒരാൾ വരുന്നുണ്ട് പരിചയക്കാരനായിട്ട്. ആ ക്യാരക്ടറൊക്കെ നമുക്ക് അത് ഇതൊക്കെ ആക്കാം, പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഷുക്കൂറിനെ ചെയ്യാൻ വേണ്ടി ഇയാളോട് സംസാരിച്ചപ്പോൾ ഇയാളെങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കൂട്ടിയാൽ കൂടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തൊരു പ്ലാൻ ഇട്ടു, നമുക്ക് ചെയ്യാം. ഞാൻ ആലോചിച്ചു, ഞാൻ ചെയ്യാം. ഏത് ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം ക്യാരക്ടറാണ്. അപ്പൊ ജിയാദ് ചെയ്യൂ ചോദിച്ചു. ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഇത് നടക്കണം. നമ്മളെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഭിനയിക്കും മരിക്കണം എന്നില്ല. ആ ഒരു പ്ലാനിങ്ങോടുകൂടി പോണ മനുഷ്യനാ. അപ്പൊ അതങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ആ സാധനം ചെയ്തു. ഇതിന്റെ റിസൾട്ട് വരുന്നത് പിന്നീട് ഇവര് 2 ആൾക്കാർ, അതിന്റെ പ്രൊഡ്യൂസറും സിംഗറും ആയിട്ട് ചെയ്ത ജിയാദ് മങ്കടെ ഒരു കോട്ടിട്ട് നല്ല ഗെറ്റപ്പിലും ഞാനൊരു കൂതറ ക്യാരക്ടറുമായിട്ടാണ് വരുന്നത്. പക്ഷെ അന്ന് എല്ലാരും കാൽക്കുലേഷനിൽ, ഈ പറഞ്ഞ നിന്റെ അടക്കം കാൽക്കുലേഷനിൽ ശരിക്കും ഈ കോട്ടിട്ടോല് ഫേമസ് ആവും. ചിലപ്പോ ഈ ശ്രീനിവാസന്റെ പടങ്ങളില് ശ്രീനിവാസ എഴുതുന്ന സാധനത്തില് ശ്രീനിവാസ ഏറ്റവും ലോക്കൽ ക്യാരക്ടർ എടുക്കല്. അപ്പൊ അത് ചിലപ്പോ എവിടെയെങ്കിലും ആൾക്കാർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ ക്ലിക്ക് ആവും. മെയിൻ ആയിട്ട് ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാതെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മുടിയില്ല, ഞങ്ങൾ വിഗ് വാടക എടുത്തിട്ട് വിഗ് വെച്ചിട്ട് സെറ്റ് ആക്കാനുള്ള പരിപാടി. ഞാൻ ജിയാദിനോട് പറഞ്ഞ മുടിയില്ല ചെയ്യാം. അപ്പൊ ജിയാദ് അതുകൊണ്ടൊരു കാര്യമില്ല ഷാനാസെ, ചെയ്യുകയാണെങ്കിൽ മുടി വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ സാധനം ഏൽക്കൂലാണ്. എന്നായിക്കോട്ടെ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഈ മുടിയൊക്കെ വെച്ചിട്ട് നമ്മൾ സാധനം ചെയ്തു. എന്തോ പണ്ടൊരാള് പറഞ്ഞ ഒരു കഷ്ടക്കാലം എന്നൊക്കെ പറയില്ലേ, അതിന് അങ്ങനെ ഇപ്പൊ പറയുമ്പോ ഒരു കോമഡി ആയിട്ട് തോന്നും. അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതങ്ങോട്ട് കയറി പൊട്ടി. ഈ സാധനം കയറി പൊട്ടി എന്നല്ല, ഷുക്കൂർ വേറെ ലെവലിലേക്ക് മാറി.
കോട്ടിട്ടവരൊക്കെ അടി പോയി. അതെ. അപ്പൊ നമ്മളൊരു ടീമായിട്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച ആൾക്കാർ, ഞാൻ പോലും പ്രതീക്ഷിച്ച ആൾക്കാർ ഒന്നും ആയതുമില്ല, ഓൾറെഡി ഞാൻ കത്തി കയറും ചെയ്തു. അപ്പൊ പിന്നീട് സംഭവിക്കുന്ന വിഷയങ്ങളാണ് ലൈഫിൽ ഭയങ്കര സ്ട്രഗിളിങ് വന്നത്. അതുവരെ ശരിക്കും ഒരു സുഗമമായ യാത്രയായിരുന്നു. അതിനുശേഷമാണ് നമ്മളെ യാത്രക്ക് ഒരു ഡിഫറെന്റ് വന്നത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ആ ഒരു ഫെയിം വന്ന സമയത്ത് പിന്നെ എങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ അതിനെ മാനേജ് ചെയ്തതും അത് മുന്നോട്ട് പോയതും? നിങ്ങൾ പ്രത്യേകിച്ച് ആ സമയത്ത് ഏറ്റവും കൂടുതൽ, ഞാനൊക്കെ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ പാട്ട് ഇറങ്ങുന്നത്. 2007, 2008 സമയത്ത് കാണാതെ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാവരെയും വായിലുണ്ടായിരുന്ന പാട്ടായിരുന്നത്. അപ്പൊ ഈ പാട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പേഴ്സണൽ ഇതുണ്ടാവുമല്ലോ, എക്സ്പീരിയൻസ്. പാട്ടിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ, അതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണത്. എന്താ വെച്ചാല് ഞാൻ പ്രോഗ്രാമുകൾ, അതായത് ഉദ്ഘാടനങ്ങൾ കിട്ടണു, ഞാൻ തന്നെ ഈ പൊട്ടനെ ലോട്ടറി അടിച്ച അവസ്ഥയിലായി പോയി എന്ന് പറയും. നമ്മള് പറയായിരുന്നൊരു കാര്യം. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കൂട്ടിലുള്ള ഈ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് വലിയ സോഷ്യൽ മീഡിയ അന്ന് പലയിടത്തും ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, അതിൽ യൂട്യൂബും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഈ സാധനങ്ങളൊക്കെ എല്ലാ സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ അടുത്ത് ഫോൺ പോലും ഇല്ല, മൊബൈൽ ഫോൺ കറക്റ്റായിട്ട് എൻ്റെ കയ്യിലില്ല. അത് ഈ 1-2 സുഹൃത്തുക്കളെ കയ്യില്ല. അവരുടെ പേര് പറയാത്തതിന്റെ കാരണം പിന്നീട് മനസ്സിലാവും. അപ്പൊ എനിക്ക് വരുന്ന പ്രോഗ്രാംസ് ഒക്കെ അവരെടുത്ത, അപ്പൊ അവരെന്ത് ചെയ്തു, കണ്ടമാനം ആദ്യം 1-2 പ്രോഗ്രാമൊക്കെ വരുമ്പോ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം, നമ്മള് ഓലെയും കൂട്ടിയിട്ട് പോണ്. പിന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് ഇന്നെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണു. അപ്പൊ അവർക്ക് ചെറിയ ഒരു വലിച്ചിൽ ഈഗോ പ്രശ്നങ്ങൾ വന്നു. കാരണം വെച്ചാൽ ഈ വിളിക്കുന്ന, ഇപ്പൊ ഈ ഇന്റർവ്യൂല് നിങ്ങൾ എന്നെ വിളിച്ചിരുത്തുമ്പോ ഞാൻ പറയാം, എനിക്കിപ്പോ വെബ് സീരീസ് ചെയ്യുന്ന മറ്റുള്ളവരും കൂടി ഇതിൽ ഇരുത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ കണ്ടന്റ് അതാവില്ല, നിങ്ങൾക്ക് ഇന്നെ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പോവുകയാണ്. പോകുമ്പോൾ ഇവർക്ക് ഇത് ഈഗോ വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. പിന്നീട് പ്രോഗ്രാം കാര്യമൊക്കെ നല്ല സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്റെ അടുത്ത് ഫോണ് അറിഞ്ഞ ആ ഒരു മൊബൈൽ സംവിധാനത്തേക്ക് എത്തുന്നുള്ളൂ. ഈ 3310 പറഞ്ഞൊരു ഫോണൊക്കെ ഉണ്ട്, ആ ഒരു ടൈമാണ്, നോക്കിയന്റെ ആ ഒരു ടൈമാണ്. ആ ടൈം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരത്ത് ഒരാളത്ത് ഫോൺ, 2 ആളത്ത് ഫോൺ ഉണ്ട്, ഒരേ ഫോണിലേക്കായിരിക്കും കോളുകൾ വരിക. പിന്നീട് ഞങ്ങൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ലാൻഡ് ഫോണിൽ നിന്ന് ഇവരെ വിളിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ അറിയും. അല്ലെങ്കിൽ അധിക ദിവസങ്ങൾ കണ്ടുമുട്ടും, അപ്പൊ തന്നെ ഇവരറിയാം, അങ്ങനെ പോകും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ലാസ്റ്റ് പ്രോഗ്രാമുകൾ ഇവന് ഡേറ്റ് ഇല്ല, ഇവൻ ഭയങ്കര റെമൻറ്റേഷൻ ആണ് എന്നിട്ട് പതിയെ 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 നമ്മളിങ്ങനെ ജാടക്കാരനായി മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കമ്മിയായി തുടങ്ങി. പിന്നീട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ശുക്കൂറോ, ഈ ചിരി സാധനം വന്നതോടുകൂടി നമുക്ക് ഇതിനുള്ളൊരു മൂഡ് പോയി. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സാധനത്തിനെ ആൾക്കാരെ നെഗറ്റീവായി കാണാൻ തുടങ്ങി. സംഭവം നമ്മളത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ക്യാരക്ടർ അത്രയും ജനങ്ങൾ, ഇപ്പൊ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കണം, ഇതാണ് ഞാൻ. ആ വിശ്വാസം കുറച്ച് ഓവറായി പോയി. അതുകൊണ്ടാണ് അങ്ങനെ സീറ്റിംഗ് ആക്കി അവര്. പിന്നെ ഇതിന്റെ ഒരു ഫീൽഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അവങ്ങി തുടങ്ങി. പിന്നീട് ഇപ്പോ വീണ്ടും വന്നു. അതിന്റെ മുന്നേ തന്നെ ഈ കല്യാണം സമയങ്ങളൊക്കെ വന്നപ്പോ ഞാനത് അതിലൊക്കെ ചോദിക്കാൻ നിൽക്കുക, എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ജീവിതത്തിന് എങ്ങനെയാണ് ബാധിച്ചത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ഏതൊക്കെ രീതിയിലാണ് ഇത് എഫക്ട് ചെയ്തത് എന്നുള്ളത്? ജീവിതത്തിലെ അതിന്റെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതായത് അന്നത്തെ ഒരു ജനറേഷന്റെ പ്രശ്നമായിരിക്കാം, ഞാൻ ഉൾപ്പെടുന്ന ജനറേഷന്റെ പ്രശ്നമായിരിക്കാം. കാരണം വെച്ചാല് ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെ വിശ്വസിക്കുക, ഇയാൾ അതന്നെയാന്ന് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പണി കിട്ടിയെന്ന് പറയാലോ, പക്ക പണി. മറ്റുള്ള പണികളൊന്നും നമുക്ക് ചിലപ്പോ ഇങ്ങനെ നോക്കി ശിക്ഷാപത്തിന്റെ ഞങ്ങളെ മുന്നിൽ നിന്ന് പോയാൽ കഴിഞ്ഞു. പക്ഷെ നമ്മള് ഒരു കല്യാണം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ലൈഫില് അതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ അങ്ങനെ ആലോചിക്കാൻ അയാളെ പേര് പറയാൻ പറ്റില്ല. അതായത് സ്വന്തം റിലേറ്റീവ്സ് തന്നെ പറയാം, അവൻ ശുക്കൂറാണ്, ഓന് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം വെച്ചാൽ അത് പറഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് അവര് വേറെ ലെവലിൽ ജീവിക്കുന്നു, ഞാൻ വേറെ ലെവലിൽ ജീവിക്കുന്നു. ഇന്ന് നമ്മളെ എല്ലാം കൊണ്ട് സമാധാനത്തില. അപ്പൊ ആ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയാണ് ഒരുപാട് ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ്. സ്വന്തം റിലേറ്റീവ്സ് തന്നെ അവൻ ചുക്കൂറായതുകൊണ്ട് എനിക്ക് പെണ്ണുതരാൻ പറ്റില്ല. ഞാൻ എന്താണെങ്കിലും ഞാൻ ജനിച്ച് വളർന്ന ഇന്റെ ഒപ്പം നടക്കുന്ന എന്റെ റിലേറ്റീവ്സിൽ നിന്നും ആ വാക്ക് കേൾക്കുമ്പോൾ ബാക്കി പുറത്ത് ഞാൻ കേൾക്കുന്നതിൽ വലിയ കാര്യമില്ലെന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അന്ന് എനിക്ക് അതിന്റെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ല, അങ്ങനെ തന്നെ പറയാം. കാരണം വെച്ചാൽ ഞാൻ സാധാരണ കൂലിപ്പണിക്കാരനാ. ഇപ്പോ എന്താ പറയാ, അത് ചിന്തിക്കാനുള്ള കഴിവൊന്നും ചെന്നില്ല. അപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ചിലപ്പം കുട്ടികൾ പറയും ശുക്കൂറാണ് വേണ്ട. പിന്നീട് കണ്ടുപോരുമ്പോ ഇപ്പൊ
ഷുക്കൂർ എന്ന് പറഞ്ഞാൽ വിഗ് ഒക്കെ വെച്ചിട്ട് സാധനം ആയിട്ട് ഒരു ഗെറ്റപ്പില്ല. നമ്മള് നോർമലി ഒരു പെണ്ണാണാൻ പോകുമ്പോ താടിമുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് വെടുപ്പോടുകൂടിയോ പോവാ. അപ്പൊ ചെല്ലുമ്പോ പെണ്ണിന് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഫാമിലിക്ക് പറ്റും. പിന്നെ ഇവരെ ഇതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഷുക്കൂറാണ്, മറ്റേ ആൽബത്തിലെ ഷുക്കൂർ. അത് കേൾക്കണോടി കട്ട കലിപ്പില് വാപ്പറയും അഞ്ച മകളെ ഓന് കൊടുക്കേ, മകളറിയും എനിക്കത് വേണ്ട അങ്ങനെ. പക്ഷെ അത് ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ സംഭവിച്ചത് നല്ലീനാണ്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഇന്നിപ്പോ എന്റെ അടുത്ത് ഞാൻ 14 പെണ്ണുണ്ട്. ഇത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അതിലേക്ക് വരാം. എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ കിട്ടിയിരിക്കുന്നത് ഇന്നെക്കാട്ടിലും 11 വയസ്സ് കുറവിലൊരുത്തിനെയാണ്. സത്യത്തിൽ ഞാൻ പെണ്ണ് തരുമ്പോ ഇവൾക്ക് എന്റെ കണക്കിലൊരു 10-11 വയസ്സൊക്കെ, ഒരു 9 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവിടുന്ന് ഈ ലെവലിലേക്കും അതായത് ഒരു കെട്ടിച്ചാല പ്രായത്തിലായിരുന്നു. പടച്ചോ നമ്മളെ വാര്യല്ലേ എവിടെയോ ഊരിട്ടിക്കണ്, പുളിക്കല പറമ്പ് സ്കൂളിന്റെ ബാക്കിലാണ് ഊരിട്ടിക്കണ്. പക്ഷെ ഞാൻ ഒരുപാട് അകലങ്ങളിൽ പോയിക്കണം. ഇവിടുന്ന് 3 കിലോമീറ്റർ തയ്ച്ചില്ല അവളെ വീട്ടിലേക്ക്. അപ്പൊ അവിടെ എന്റെ വാര്യല് പഠിച്ച ഊരിട്ട സാധനം അവിടെ ഉണ്ട്. അത് പക്ഷെ അതിനെ കണ്ടെത്താനും അല്ലെങ്കിൽ അതിനെ കെട്ടിക്കാനുള്ള ഒരു പ്രായമാവണം. അതിലേക്ക് എത്തിപ്പെട്ടു, അത് കിട്ടി. അപ്പൊ നമ്മൾ സമാധാനം സന്തോഷമായി. കാരണം വെച്ചാൽ ഞാൻ ഫീൽഡിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഷാഫി ചാപ്പൂസ് പറഞ്ഞൊരു ചാനലുണ്ട്. അയാള് വന്നിട്ട് എന്നോട് ഒരു ദിവസം കയറി വന്നു, കൊറോണ സമയം ഇങ്ങനെ അവസാനിക്കുക. എന്നോട് പറഞ്ഞു ഒരു ഇന്റർവ്യൂ ആണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരത്ത് ഷാപ്പൂസ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോ എന്തിനാ ഇന്റർവ്യൂ തരണ്ടേ, ഞാൻ ഫീൽഡ് തൽക്കാലം ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഒരു സമുദ്രം ഒരു പടം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പരാണ് അല്ല നിങ്ങളൊരു ഇന്റർവ്യൂ തരും, നിങ്ങളെ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ചാപ്പൂസേ ഇത് ഒന്നല്ലെങ്കിൽ നല്ലീനാവും, ഒന്നല് കഷ്ടകാലത്തിന്. അപ്പൊ വൈഫ് പറഞ്ഞോട് നിങ്ങൾ ഒരു മനുഷ്യ പരിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ഇന്റർവ്യൂ കൊടുക്കൂല, നിങ്ങൾ ഇത്ര വലിയ ആളായോ. ഇപ്പോൾ ഇന്റർവ്യൂ ട്രോളാ. മക്കളും വൈഫാണ് എന്റെ ഏറ്റവും വലിയ ട്രോളന്മാര്. അതിന് വിധിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ട്രോളൊന്നും ഒന്നുമല്ല, ഇവരിട്ട് അലക്കി. അപ്പൊ ഓക്കെ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെ, ഞാൻ അവിടെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വർക്കിനോടുത്ത് വന്നാ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നാണ്ട് എന്നാ വാ നമ്മൾ എടുക്കാന്ന് അങ്ങനെ എടുത്തു കൊടുത്തു. അപ്പൊ ആ ഇന്റർവ്യൂ ആണ് എന്റെ തിരിച്ചുവരവിന് ഒരു കാരണം. രണ്ടാമത് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞെങ്കിലും വൈഫിനോട് വെച്ചു നിങ്ങൾ എന്ത് ഷുക്കൂർ പറഞ്ഞ സംഭവത്തിന് ശേഷം പിന്നെ ചെയ്യാത്ത. അപ്പൊ നമ്മൾ കുറെ വർക്കൗട്ട് ചെയ്തു കൊണ്ടി ഇനി ഷുക്കൂർ ഇനി ചെയ്തു വെച്ചു. ഇനി ഇങ്ങനെ ചെയ്യാൻ ഞാൻ പരിപാടിക്കില്ല, പോണാട്ട് പോയി തരും വെച്ചു. ആ കട്ടക്കാലം പിടിച്ച ഏർപ്പാടാണ്. കാരണം വെച്ചാൽ ഞാൻ അനുഭവിച്ചത് ഭയങ്കര മാനസിക പ്രയാസങ്ങൾ. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെ ഇപ്പൊ കല്യാണത്തിൽ ചെല്ലാണ് ഷുക്കൂർ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും ആൾക്കാരെ, എന്നിട്ട് ചെറു കിടന്നു. ആലോചിച്ചൊക്കെ മനസ്സിൽ പണ്ടാറടങ്ങി ചാവൂലേ. നിങ്ങൾ ആലോചിച്ചു പബ്ലിക് മൊത്തം നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിച്ച എങ്ങനെ ഉണ്ടാവും. ആ ഒരു മാനസികാവസ്ഥ അന്നത്തെ ഷുക്കൂർ ചെയ്ത ഷാനവാസല്ല ഇന്ന് ഇരിക്കുന്ന ഷാനവാസ് എന്നില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ഇനി ഇവിടെ കടന്ന് മൊത്തം ചിരിച്ച് മരിച്ചാലും നിങ്ങൾ സെറ്റ് മൊത്തം ചിരിച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഞാൻ നിൽക്കാൻ പഠിച്ചു. കാരണം വെച്ചാൽ അതിന്റെ പോസിറ്റീവ് ഞാൻ പഠിച്ചു. അതാ ഞാൻ പറയണേ. അപ്പൊ ഈ വൈഫ് എന്ത് ചെയ്തു, ഇങ്ങൊക്കെ ചെയ്തുവിടാന്ന് വെച്ചു. കാരണം ഞാൻ ചെയ്യൂല, ഞാൻ പരിപാടി നിർത്തി. ഇനി വല്ല പടം എന്തെങ്കിലും കിട്ടുമ്പോ ചെയ്യാം, ആ ക്യാരക്ടർ ചെയ്യൂല. അങ്ങനെ ചാപ്പൂസ് വന്നിട്ടാണ് നിങ്ങള് ഇന്റർവ്യൂ കൊടുത്താണ്. ആ ഇന്റർവ്യൂ കൊടുത്തപ്പോ അത്യാവശ്യം ഓഡിയൻസിന്റെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. അപ്പൊ ചാപ്പൂസ് ആണ് ഷാനവാസ്ക പിന്നെ പുള്ളി ഒരു പ്രത്യേക ടൈപ്പിലാണ് സംസാരം. ഷാനവാസ്ക പിന്നെ നമുക്കൊരു പ്രൊജക്റ്റാണ് ചെയ്താലോ. എന്ത് പ്രൊജക്റ്റാ? അല്ല ചുക്കൂറിന്റെ വേറൊരു സാധനം എന്റെ അടുത്തൊരു പാട്ടുണ്ട്. അപ്പൊ ചാപ്പൂസ് അത് നടക്കൂലടാണ്. അപ്പൊ ഞാൻ ഈ ഫോൺ കോൾ വരുമ്പോ വൈഫിന്റെ അടുത്ത് നടക്കും. ഇവൾക്ക് ഇത് ഇന്നെ പിടിച്ചത് ഇത് കിട്ടണം. കാരണം വെച്ചാല് നമ്മളൊരു മൈൻഡ് സെറ്റ് കൊടുക്കറിയാം. ഇതിനോട് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു ഓഡിയൻസിന് കിട്ടിയ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഒതുങ്ങി പോവാണ്. അപ്പൊ അന്ന ചാപ്പസ് നമ്മൾ ചേച്ചി പാട്ട് അയക്കണം. ഈ പാട്ട് കേട്ടു. നോർമലി ഒരു കൊറോണയെ സംബന്ധിച്ച വിഷയം തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാം. ചാപ്പൂസ് തന്നെ ഫുൾ സെറ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. ചാപ്പൂസ് ഡയറക്ഷൻ സൈഡില് പിന്നെ നമുക്ക് ഒരാളും കൂടി വേണം. അപ്പൊ വൈഫാണ് ഞാൻ പറഞ്ഞു വൈഫിനോട് വൈഫ് കുറച്ച് കാലം ഈ കാറ്റുകടൽ എന്ന സംബന്ധിക്കാണ്ട് പടം ചെയ്തപ്പോ അതിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ദിക്ഷിൻ പ്രേമിന്റെ കുറച്ച് പടങ്ങളിൽ പ്രേമേട്ടന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിജ് ചെയ്യാം, ഞാൻ ചെയ്യണമെന്ന് നിജ് ചെയ്യണമെന്നാണോ. അതിൽ ഇപ്പോഴും ലോക്കായി. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ആ പടം ആ പ്രൊജക്ട് ചെയ്യാണ്. ഇത് ആ ഒരു സോങ്. ആ സോങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജനങ്ങളെ പ്രതീക്ഷിച്ച സാധനമല്ല കിട്ടിയത് എന്ന് മനസ്സിലായി. അപ്പൊ റെസ്പോൺസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഞങ്ങൾ ചിന്തിച്ചിട്ട് ഇവൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കുറച്ച് ഷോർട്ട് ഫിലിം ഒക്കെ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരെ വെബ് സീരീസിലേക്ക് നടന്നു. അങ്ങനെ വെബ് സീരീസ് ഇപ്പൊ 6 എപ്പിസോഡായി. ഇനി 7ാമത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാല് സെറ്റിൽ ഫുൾ കോമഡിയാ. അതിന്റെ വൈബ് നമുക്ക് കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഒക്കെ തഗ്ഗും ട്രോളുകൊണ്ടും പണ്ടാറടക്കും. കാരണം വെച്ചാല് അഭിനയിച്ച മൊന്നും അവിടെ ബിരിയാണി ചെമ്പ് മോറുണ്ടാവും. ഇവിടെ ലൈറ്റ് ബോയ് ആയിട്ട് നിൽക്കണം, അടുത്ത സീനിൽ അഭിനയിക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ വൈഫ് സ്ക്രിപ്റ്റ് ഡയറക്ഷന്, പിന്നെ മോനാണ് അതിന്റെ പിന്നെ പ്രൊഡ്യൂസറിന്റെ പേര് വെക്കല്. മോനും വേറെ ടൈപ്പാ. ഓന്
എല്ലായിടത്തും ഇൻവോൾവ് ആണ്. ഞങ്ങളെ ചില വീഡിയോസിൽ കാണാൻ നല്ല തഗ്ഗാണ്. ഇവർക്ക് വേറെ മൈൻഡ് സെറ്റ് ആണ്. ഞാൻ ഇവർ ഒരിക്കലും മൈൻഡ് സെറ്റ് ഒന്നല്ല. അത് ഓലെ ഇന്ത്യയും മൈൻഡ് സെറ്റ് വേറെയാണ്. അത് എന്താ വെച്ചാൽ ഓല് ജനറേഷൻ ഒരു 90 നമ്മളൊരു 55 ആണ്. ആ ഒരു വ്യത്യാസം. ഇപ്പൊ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുണ്ടാവും അല്ലെ? അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തോളെ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ പക്ഷെ എന്നാലും അത് ഞാൻ ഷുക്കൂർ ചെയ്യുന്ന സമയത്ത് വൈഫ് ഞാൻ പറഞ്ഞ 9 വയസ്സ് നിക്കറിട്ട് കിടക്കുന്ന പ്രായമാണ്. പിന്നെ അവിടെ ഉള്ളൊരു ആളാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടില് ഒരു 55, 90, 2000 ഈ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വെബ് സീരീസിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞങ്ങള് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ജസ്റ്റ് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അതിന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കളയണോ, അതിലേക്ക് പുതിയത് ഇന്റെ ജനറേഷന് മനസ്സിലാകുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനെ പറഞ്ഞാലേ നമ്മളെ ജനറേഷനിൽ തീരുള്ളൂ, ഓല ജനറേഷന് ഇത്ര മതി എന്ന് പറയും. പിന്നെ മോനും അത്യാവശ്യം കോമഡി സെൻസിലുകൊണ്ട് ഓനും ഇടപെടും. സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് ആൾക്ക് ഇപ്പൊ ഒരു 10 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ഒരു 15 വയസ്സിന്റെ പക്വതുണ്ട്. ഇത് കാണുമ്പോ ഭയങ്കര സംഭവം നോൻ കരുതണ്ട, ഇതൊന്നുമല്ല, ചെറുത് ഇപ്പച്ച് തള്ളിയതാ. അല്ല, ഇത് കാണുമ്പോ ഇപ്പച്ച് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തില്ലേ, തള്ളിയതാ പറയാ. ആൾക്ക് സെൻസ് ഉണ്ട്. ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പച്ച് ഇന്നെ ബൂസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വീഡിയോ അത് സംഭവിച്ചാണേ. വൈഫാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പൊ വൈഫ് ഞാൻ ചെയ്യുമ്പോ ഇക്ക് നല്ല ക്യാരക്ടർ തരികയെന്നുള്ളൊരു പരാതി. സംഭവം അങ്ങനെയല്ല, ഓന് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ്, ചെറിയ കുട്ടിയല്ല, അപ്പൊ ഡയലോഗ്സോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കിട്ടൂല കരുതണ് ഇവന്. അപ്പൊ ഇവന് ഈഗോ അടിച്ചു തുടങ്ങി. ഇമ്മച്ചിപ്പച്ചിനെ മാത്രം ബൂസ്റ്റ് ചെയ്യാണ്, ഇന്നെ ബൂസ്റ്റ് ചെയ്യണില്ലാണ്. അപ്പൊ എന്താ വേണ്ട, അതന്നെ ഒരു കണ്ടന്റ് ആക്കിട്ട് ആ സാധനം ആക്കി കൊടുത്തു. നമ്മളത്തെ എന്ത് കിട്ടിയാലും അത് കണ്ടന്റ് ആവും. അങ്ങനെ. പിന്നെ നിങ്ങള് ഇതിന്റെ ഇടയിൽ ഇത് വിട്ട അധ്യായാണ് മറ്റേ നിങ്ങളെ വൈറലായ ഏറെ കയറി. ഓക്കെ. അത് ഞാൻ ത്രൂഔട്ട് കാര്യം പറഞ്ഞപ്പോ വിട്ടുപോയത്. അങ്ങനെ വെച്ചാല് അതിനൊരു സത്യാവസ്ഥ എന്താണ്? ഒന്നുമില്ല, അന്തം കുന്തമില്ലാത്തവന് പറ്റിപ്പോയ അബദ്ധം എന്ന് പറയും. അത് കൂടുതലൊന്നും പറയണ്ട, അതന്നെയാണ് അതിന്റെ സാധനം. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഷുക്കൂറൊക്കെ ചെയ്തു, സെറ്റപ്പായി. കിട്ടോ? നോ പ്രോബ്ലം. നമ്മള് പറഞ്ഞെങ്കിൽ എന്ത് വേണമെങ്കിലും ഇട്ടോളി, നമുക്കൊരു കുഴപ്പമില്ല. അതിന്റെ ഫുള്ള് കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഷുക്കൂർ ചെയ്ത് തന്നെ സെറ്റായി വരികയാണ്. അപ്പൊ ഞമ്മക്കത് മനസ്സിലായി, ഞാൻ രക്ഷപ്പെട്ടു, നാളെ മുതൽ ഒരു അടിപൊളി സിനിമ ഒക്കെ ചെയ്യാം എന്നിങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സിനിമ കയറി വരികയാണ്. നല്ല സബ്ജക്ട്, ഡബിൾ ക്യാരക്ടർ. ഞാൻ കണക്കുള്ള ഇവർ ഇതൊക്കെ കണ്ടു. 12 ക്യാരക്ടർ. ഇത് ഡബിൾ ക്യാരക്ടർ ചെയ്യുന്നു. ഒരു ക്യാരക്ടർ പോസിറ്റീവ്, ഒരു ക്യാരക്ടർ നെഗറ്റീവ്. നായകനും വില്ലനും അടിച്ച് തകർക്കാം. നമ്മളിത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനം വാരിക്കോരി തരികയാണ്. ഒരു ക്യാരക്ടർ അല്ല, ഡബിൾ ക്യാരക്ടർ. പടത്തിന്റെ നായക സെറ്റപ്പിലെ 2 ക്യാരക്ടർ, ഏട്ടനനിയനായിട്ടില്ല. ഈ സാധനം നമ്മൾ ഏറ്റെടുത്ത് ചെല്ലുമ്പോ ഫസ്റ്റ് ഒന്നും നമുക്കിത് മനസ്സിലാവണില്ല. അതായത് നമുക്ക് അത്ര ക്യാമറയുടെ മുന്നിൽ എത്തിയിട്ട് ഇവിടുന്ന് ഒരു മിഡ് ഉണ്ട്, ഇവിടുന്ന് ഒരു ക്ലോസ് ഉണ്ട്, സജഷൻ ഷോട്ട് ഉണ്ട്, ഇതൊന്നും അന്നറിയില്ല. അതാ പറഞ്ഞ നമ്മളെ അബദ്ധങ്ങള്. ഇവര് ഒരൊറ്റ ഷോട്ടിൽ ടേക്ക് ഓക്കെ കേട്ടോ, അടിപൊളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പറയണേ, നിങ്ങളെ പേരാണ് നമ്മൾ ഇതിന് മൊത്തം വെക്കണത്. അപ്പൊ അതെന്തിനാ? അല്ല, അത് നിങ്ങൾക്ക് ഭയങ്കര മൈലേജ് ആവും. ഓക്കെ, അപ്പൊ ഞാന് അത് വേണോ, അത് ശരിയാവില്ല, പറഞ്ഞുതരാം, കഥയ്ക്ക് പറയാം. അതൊക്കെ ഇറങ്ങി പൊട്ടിപ്പോയി. അപ്പൊ ഞാനിത് ഇങ്ങനെ അത് വേണോന്ന് വെച്ചപ്പോ അല്ല, അത് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഇവര് പറഞ്ഞ വൺ സെറ്റപ്പ് സീരിയൽസും സിനിമയൊക്കെ ചെയ്യുന്ന ടീമാ. അപ്പൊ ഞാന് ആയിക്കോട്ടെ, ഞാൻ ഈ എന്താ പറയാ, നമ്മൾ ഈ കുടുങ്ങുമല്ലോ ചില സമയത്ത്. അപ്പൊ ഇവര് ഇങ്ങോട്ട് 1-2 പേപ്പർ സൈൻ ചെയ്തു. ഞാൻ പച്ചക്ക് പറയും, എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാണ്ട് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അന്നില്ല, എന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാണെങ്കിൽ. ഞാൻ കണ്ടു നിങ്ങൾ മറ്റേ ഒരു 4 പണ്ഡിറ്റിന്റെ ഒരു വീഡിയോന്റെ അകത്ത് നിങ്ങൾ തന്നെ അല്ലായിരുന്നു? സന്തോഷം ഞാൻ തന്നെയാണ്. നമ്മളെ പിടിച്ചിക്കാൻ പറ്റില്ല. ഞാൻ വലിയ തോക്കാണെന്ന് പറഞ്ഞിട്ട് നാളെ നമുക്കറിയാം, സന്തോഷ് പണ്ഡിറ്റ് നമുക്കറിയാം. മൂപ്പര് പറയുന്ന ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ട് അത് ചിരി വരിക, അതാർക്കും മനസ്സിലാവില്ല. അതെ, അത് കേട്ടിട്ട് നമുക്ക് എന്താ ഇയാള് പറയുന്നതൊക്കെ എനിക്കും മനസ്സിലായി. വ്യത്യാസമില്ലാണ്ട്. അല്ല, ഞാൻ ചോദിച്ചിട്ടെ, ഈ ഞങ്ങളെ നാട്ടിൽ പറയാം അന്തം വിട്ട് കുന്തം മുളിങ്ങി നിൽക്കണം, ഇങ്ങനെ നിന്നോടുത്തിയാ അല്ല എന്താ ചെയ്യാ. എനിക്കതിന്റെ അയാളെന്നെ പറയണേ, ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ തരാം, നിങ്ങള് യെസ് നോ മാത്രം പറഞ്ഞാൽ മതി. പ്ലാനിങ്ങാ. അത് ഞാൻ നിൽക്കാണ്. അങ്ങനെ സ്ക്രിപ്റ്റ് വേക്കിലുണ്ട്. അതൊക്കെ ഈ പടത്തിന്റെ ടീം സെറ്റ് ആക്കിയതാ. ഇതൊന്നും ഇങ്ങനെ ട്രോളല്ല സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. അവിടെ നമ്മളെ ഈ ഒരു 10-22 വയസ്സുകാരന്റെ പക്വത കമ്മി എന്ന് പറയണത്. പിന്നെ പക്വത എങ്ങനെ വെച്ചു, ഇപ്പോഴും വലിയ പക്വത ഒന്നുമില്ല, പക്ഷെ ലൈഫിൽ നിന്ന് ചിലത് കൊണ്ട് പഠിച്ച ഒരു പരിചയം എന്ന് പറയാം. ഇനി പക്വത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു വിഷയമാക്കണ്ട. അപ്പൊ ഇവരിത് എന്ത് ചെയ്തു, നേരെ ഫുൾ ഷൂട്ട് കഴിഞ്ഞു, എഡിറ്റ് ചെയ്ത് ഫുള്ള്. ഇവരിതിന് പേര് ഇട്ടിട്ടില്ല. പേര് പിന്നെ പറഞ്ഞത് സതീഷ് പണ്ഡിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ക്യാമറ സതീഷ് പണ്ഡിറ്റ് എന്നാണ്. ഇവര് നെഗറ്റീവുമേ പോസിറ്റീവായിട്ട്
പോസിറ്റീവിനെടുത്ത് നെഗറ്റീവിലേക്ക് ഇട്ടു. ഈ നെഗറ്റീവ് വെച്ചിട്ടാണ് ഇവരിത് മാർക്കറ്റ് ചെയ്യുന്നത്. പണ്ടാറങ്ങിയില്ല പൊന്നാറല്ല, ഇക്കാണ് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവർ വിളിച്ചിട്ട് കോഴിക്കോട് ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്യണം, അവിടെ പോയി ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഗതിയും വിധിയും കെട്ട് ഞാൻ പോയി. ഈ പത്രക്കാരൻ മുന്നിൽ പെട്ടാണ്ടല്ലോ, അതെ, ഇങ്ങളെ പോലെയുള്ള ആൾക്കാരെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധാരണക്കാരെ കൊണ്ട് പിടിച്ചിക്കാൻ പറ്റില്ല. അതായത് കോണിഷ്ട ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മള് അതായത് കിളി പോവും. കിളി പോയി എന്ന് പറയുന്ന ഈ സാധനത്തിനൊക്കെ ഇവര് BGM ഇടും. ഇവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, 24 വിഭാഗം കൊടുത്തു. അത് ഞാൻ പോലും അപ്പഴാ അറിയുന്നത്. ഇവരുടെ അടുത്ത് ഈ ഇന്റർവ്യൂ സെറ്റാക്കിയ ടീമിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുത്ത ചോദ്യമാണ്. ഇവരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ 24 വിഭാഗം ചെയ്തിട്ട് നിങ്ങള് പിന്നെ സ്വയം സൂപ്പർ സ്റ്റാറാന്ന് പറയുമ്പോ മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു കണ്ടന്റ് കണ്ടല്ലോ, ഇവർക്ക് പ്രശ്നം ചോദിച്ചു. ഞാൻ ഓൽക്കെന്ത് പ്രശ്നം എന്ന് വെച്ചു. നമ്മള് ചോദിച്ച ചോദ്യം, ഓൽക്കെന്ത് പ്രശ്നം, ഞാൻ എവിടെ ഓലെവിടെ, അത് ആ ഒരു മൈൻഡിലാണ് ഞാൻ ചോദിച്ചു. അതിന്റെ ഓൽക്ക് പ്രശ്നം എന്ന് വെച്ചു. ഇവരിതെടുത്തിട്ട് നേരെ എന്ത് ചെയ്തു, വോയിസ് ഓവർ ആക്കി. എന്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും പേടിക്കാനല്ല, മമ്മൂട്ടിക്കും മോഹൻലാലും ഞാനൊരു എതിരാളിയല്ല ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോ വോയിസ് എന്റെ വോയിസ് കേൾക്കൂല. മമ്മൂട്ടിനും മോഹൻലാലിനും ഒറ്റൊന്നല്ല എന്റെ മത്സരം, ഇത് ഞാൻ പറഞ്ഞത് ഉണ്ടാവില്ല, എനിക്കറിയാം ഞാൻ പറഞ്ഞത്. അപ്പൊ അതിട്ടിട്ട് അലക്കി ചീന്തി വലിച്ച് പിന്നെ സോഷ്യൽ മീഡിയ എടുത്ത് അലക്കണം. ഈ സോഷ്യൽ മീഡിയ കയറി വന്നോട് ഈ ഇന്റർവ്യൂ നേരെ ഈ ചില സമയത്ത് കൂന് പൊട്ടി മുളക്കുമല്ലോ, അതേമാതിരി ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടി മുളച്ചിട്ട് ഡും ഡും എന്നുള്ള സാധനം ഇങ്ങനെ വരും. ഇപ്പൊ അടുത്ത് ഞാൻ ഒരു പോസ്റ്റ് ഉണ്ട്, എന്താ ഈ പടം ഉണ്ടല്ലോ, ഈ പടം ഇറങ്ങി പൊട്ടിപ്പോയിക്കണു. ഞാൻ പറയാം, ഈ പടം ഇറങ്ങി പൊട്ടിയതാ 2 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് എടുത്തു പോയി. കാരണം എങ്ങനെ എടുത്തു പോകാതിരിക്കും, നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. ഈ എല്ലാരും കാണുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ലെവലിൽ ഒരു ലോക്കൽ പടം എന്നില്ല. അയ്യോ ഞങ്ങളെ വിമർശിന്റെ പ്രശ്നമാവും. ഒരു ലോക്കൽ മൈൻഡിൽ പടം എന്നില്ല ലെവലിൽ ഇവര് കാണുന്നത് ആൾക്കാർ. അപ്പൊ ആൾക്കാർ കയറിയ പടം പോയി. പക്ഷെ നല്ല അടിപൊളി സബ്ജക്റ്റ് ആണ്. അതിന്റെ ചില ക്ലിപ്പിങ്സ് ഇപ്പോഴും യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. അതിൽ ഈ ലെഫ്റ്റനന്റ് കേണൽ സതീഷ് പണ്ഡിറ്റിന്റെ ക്യാരക്ടർ ഒരു പുളിച്ചിത്തരം പൊങ്ങച്ചം ഒക്കെ പറയുന്ന ക്യാരക്ടറും നോർമലി ഒരു മോണ്ട് നല്ലൊരു ക്യാരക്ടറാണ്. അപ്പൊ ഈ 2 ക്യാരക്ടേഴ്സും കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പോഴും ഈ ഓരോ ഇതിലും ഓരോ പോസ്റ്റ് ആയിട്ട് വരും. എന്താ ട്രോളന്മാരുടെ പേജില് ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആള് വന്നിരുന്നല്ലോ, അയാള് പിന്നെ അവിടെ പോയി, ആളെ പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് ഇനി ആരും കാത്തിരിക്കണ്ട. കാരണം ചില 8 നിലയിൽ പൊട്ടിപ്പോയതാ. ഇപ്പോഴും ട്രോള് കാണാം. എവിടെ പടം റിലീസായില്ലേ, ഇതുവരെ കണ്ടില്ലല്ലോ, ചത്ത് മലച്ചോ എന്ന് വെച്ചിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പോസ്റ്റ് ഉണ്ട്, നിങ്ങളെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പിന്നെ അതിന്റെ അടിയിൽ ചത്ത് കിടക്കുന്നു നല്ലൊരു ഫോട്ടോസും. ഇതൊക്കെ നമ്മള് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. കാരണം വെച്ചാൽ അജാതി ട്രോളന്മാരെ പേരിലിരിക്കും, ട്രോളിന്റെ രാജാക്കന്മാരാ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പൊതുവെ ട്രോളിനൊക്കെ ആ ഒരു സെൻസിൽ എടുത്ത് വിട്ടാ മതി എന്നുള്ളത് ഇപ്പൊ സെൻസിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഫസ്റ്റ് ട്രോള് വന്നിരുന്ന സമയത്ത് ട്രോള് ടൈം വരാൻ കുറച്ചൊരു സമയം. അതെ, ഇപ്പൊ ഉളുപ്പറ്റു ഈ ഡ്രസ്സല്ല. പണ്ടൊക്കെ ക്യാമറ നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞകാല വർഷം, ഇപ്പൊ നിങ്ങൾ 2 ക്യാമറ 3 ക്യാമറ അല്ല വെച്ചിരിക്കണേ. ഈ 3 ക്യാമറ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ നോർമലായി സംസാരിച്ചു. കാരണം വെച്ചാൽ ക്യാമറ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അതെന്താണ് നമുക്കറിയാം. നമ്മൾ പറയാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകും. ഇതില് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, കഥകൾ മെനേണ്ട ആവശ്യമില്ല. ഇല്ലത് സത്യമാണ്. ഈ സത്യത്തിന് എന്താ വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, സത്യം. അതിനപ്പുറത്തേക്ക് വേറെ വിഷയമല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അവിടുന്ന് ഇവിടുന്ന് ചോദിച്ചാലും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ, ഇതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ ഇതാണ് ഇതിൽ സംഭവിച്ചത്. ആ പടം ഇനി വരും കരുതണ്ട, ഇനി പുതിയ പടങ്ങൾ വരും, അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാൻ. പിന്നെ ആക്ഷൻ OTT പുതിയൊരു പടം റിലീസ് ആയിട്ടുണ്ട്, സമദ് മങ്കന്റെ കാറ്റിക്കടലതിരുകൾ നടത്ത്. അത് തിയേറ്ററിൽ 10-15 ദിവസം കളിച്ചു. പിന്നെ കൊറോണ കയറി വന്ന ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് അതങ്ങനെ പോയതാണ്. അപ്പൊ ആ പടം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാവും. നല്ല പടങ്ങളാണ്. അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇനി വരും. ഇനി ഒരു സബ്ജക്ട് ഇങ്ങനെ സംസാരിച്ചു വെച്ചു, എത്രത്തോളം നടക്കും എനിക്ക് ഉറപ്പില്ല. സിനിമയാണ്, നടക്കണേ നടക്കും. വെബ് സീരീസ് ഉണ്ടാവും, അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. ഞാൻ ഈ മുട്ടുകാലിനെ കുറച്ച് പരിക്കായതുകൊണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്താണ്. അങ്ങനെ ഇപ്പോ ഇതല്ലാതെ ജീവിക്കാൻ വേണ്ടി ഇപ്പോ നിങ്ങൾ ഈ സമയത്ത് എന്തായാലും ഇതുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായി. ആ സമയത്തൊക്കെ ജീവിക്കാൻ വേണ്ടി പിന്നെ എന്തായിരുന്നു നിങ്ങളൊരു വരുമാന മാർഗം എന്ന് പറഞ്ഞ സമയം? ഈ പറഞ്ഞ കൂലിപ്പണി അന്നും ഇന്നും കൂലിപ്പണി എടുക്കാൻ പോരായി എനിക്കില്ല. എന്നെ സംബന്ധിച്ച് ഒരു പിടിച്ചുപറി, ഒരു കളവ് അല്ലെങ്കിൽ മറ്റുള്ള കേസുകളിൽ മാത്രമേ എനിക്ക് പോരായുള്ളൂ. നിങ്ങൾ തെങ്ങമ്മ കയറാൻ പറഞ്ഞാലും ആ പണി എടുത്തിട്ട് ശമ്പളം കിട്ടുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഞാൻ പെയിന്റ് പണി ഈ ഇതൊക്കെ ഹിറ്റായിട്ട് പെയിന്റ് പണിക്ക് പോയി. ആ വീട്ടില് കുറെ ആൾക്കാർ കൂടിയപ്പോ അതിന്റെ ഓണേഴ്സിനെ ആ പണി സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടു. എന്റെ കൂലിപ്പണിയും പോയി, പണിയെടുക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പൊ ഞമ്മക്ക് അറിയുന്ന തൊഴിൽ ഓട്ടോറിക്ഷ ഓടിച്ച, സെന്ററിങ്ങിന്റെ വർക്ക് അറിയും, പട വർക്ക് എല്ലാം ലേസിച്ചറിയും. പിന്നെ എനിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ടായി, അത് നടത്തി. അങ്ങനെ പിന്നെ റിയൽ എസ്റ്റേറ്റ്
ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൃഷി ഉണ്ട് വാപ്പാക്ക് അത്യാവശ്യം. അതാണ് ഈ കള്ളൻ എന്നുള്ള പേര് വരാൻ കാരണം. അണ്ടി അടക്ക കക്കണ കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശുക്കൂറിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് അവര് അതിനെ കുറിച്ച് കണക്ട് ചെയ്യണത്. അപ്പൊ നമ്മളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോ പറയാം എന്താണ് ജോബ് എന്ന് വെച്ചാൽ, എനിക്ക് പോത്തൂട്ട് മത്സരങ്ങൾക്ക് പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ഞാൻ ആ പോത്തുകൾ ഇറക്കിയിട്ട് അത് നല്ല വിലക്ക് വിറ്റിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇത് റിയൽ എസ്റ്റേറ്റ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ തമ്മിട്ട് ഓട്ടോറിക്ഷ എടുത്തോളും. പറയണില് കുറെ വിചാരിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളൊരു കലാകാരനാണ്, ഫെയിം ആയി എന്ന് വിചാരിച്ചിട്ട് കല കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തിന്നാനൊന്നും കിട്ടില്ല. വർക്ക് ഉണ്ടെങ്കിൽ തന്നെ തിന്നാൻ കിട്ടും. ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കൃഷിയുമായുള്ള ടച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് പോത്തുകളെ എന്ന് നമ്മൾ വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വർക്കിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇയാൾക്ക് ഇപ്പൊ എന്താ ജോലി എന്ന് വെച്ചിട്ട്. അതിന്റെ അടിയിൽ ഒരു പെണ്ണാണ്. ആ പെണ്ണോട് നിന്നിട്ടു ഇയാള് മങ്കടങ്ങടിയിട്ട് പോത്ത് നോക്കി കിടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഞാൻ അപ്പുറത്തുനിന്ന് ഒരു പിന്നെ തേങ്ങ കട്ടിട്ട് കുടിച്ചു അല്ലെങ്കിൽ മാല പൊട്ടിച്ചിട്ട് കുടിച്ചു എന്നല്ലേ കേൾക്കണേ. ഞാൻ പോത്ത് വളർത്തിയിട്ടല്ലേ. എന്നെ സംബന്ധിച്ച വിഷയമല്ല. കാരണം വെച്ചാൽ ഇന്റെ അപ്പ മരിച്ചു. ഇപ്പൊ ഞങ്ങള് കൃഷി സ്ഥലം കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കണമെങ്കിൽ ഒരു കൊല്ലത്തിലൊരു എമൗണ്ടിന്റെ വളം വേണം. ഈ വളം പ്യൂർ വളം എന്റെ വീട്ടിൽ നിന്ന് കിട്ടും. ഈ പോത്ത് വളർത്തുമ്പോ എന്റെ ക്രൈസും ഒരു ക്രൈസ് ആണല്ലോ. ആ ക്രൈസ് നടക്കുന്നുണ്ട്. പിന്നെ ആ പോത്തിനെ ഞാൻ വേറെ ലെവലിലാണ് വെക്കണം. ഇവരൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവലില്. അതായത് ഒരു സ്പോർട്സ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. കാളൂട്ട് ലെവലില് കാർഷികോത്സവം കാര്യങ്ങൾക്കൊക്കെ ഒരു കന്നിന്റെ മാർക്കറ്റ് എന്താ, നമ്മൾ ചന്തയിൽ നിന്ന് നേരെ കൂടുന്ന അതിന് ട്രെയിനിങ് കൊടുത്ത് അപ്പൊ നമുക്ക് വലിയ വില വരില്ല. അതിന് ഫുഡും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രെയിനിങ് പക്കാക്കിട്ട് നേരെ സ്പോർട്സ് ലെവലില് മുൻപന്തിയിൽ വരികയാണെങ്കിൽ ഇവർ ചിന്തിക്കാൻ പറ്റാത്ത റേറ്റിൽ നമ്മളെ വിൽക്കുന്നുണ്ട്. ഒരു 10-15 പോത്തിന്റെ വിലക്ക് വിൽക്കും. ഞാൻ ഈ തള്ളുന്നല്ല, ഈ പോത്തിട്ട് മത്സരങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇതൊരു ബിസിനസ് തന്നെയാണ്. അതില് നമുക്കൊരു ഗെയിം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രശസ്തി കാളകൂട്ട് മത്സരം അത്യാവശ്യം പേരിലെ സംഭവം തന്നെയല്ലേ. പക്ഷെ അതിന്റെ പിന്നിൽ നല്ല പൈസയും കിട്ടുന്നുണ്ട്. അതെല്ലേ. ആ ഒരു കണ്ടത്തിൽ ജോലി ചെയ്യുന്ന പണിക്കാരെന്ന് പറയും. അതിൽ ഒരാളൊരു ദിവസം കൊണ്ടുപോകണം മിനിമം എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ ചിന്തിച്ചു. ഒരു സർക്കാർ ജോലിക്കാരൻ തള്ളൊന്നല്ല, ഒരു സർക്കാർ ജോലിക്കാരൻ ഒരു മാസം എടുക്കുന്ന ശമ്പളത്തിനെക്കാട്ടിലും ഒരു കന്നുകൂട്ടുകാരൻ ഒരു കണ്ടെത്തുന്ന കൊണ്ടുകൊണ്ട് അവന്റെ വിദ്യാഭ്യാസം ചിലപ്പോ 10ാം ക്ലാസ്സിലേക്കാരും. എനിക്കറിയാം. കണക്ക് ഞാൻ പറഞ്ഞതാണെങ്കിൽ നമ്മളെ ടോപ്പിക് അതല്ലാത്തോണ്ട് ടോപ്പിക് അത് ഒരു സിമ്പിൾ പോയിന്റ് ഇനിയിപ്പോ ഏതായാലും പറഞ്ഞു വെച്ചോണ്ട് ചോദിച്ചു തരാം. ഒരു കന്ന് എന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകാരനെ ചിലപ്പോ ഒരാൾക്ക് ഒരു 500 ഉറുപ്പിക കൊടുക്കാം. ഒരു മണ്ഡലാരം അല്ലെങ്കിൽ ഒരു 250, 60 ജോഡി 65 ജോഡി ഉണ്ടാവും. ആകെ അതില് 3 ജോഡി പണിക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചോളൂ. ഞാൻ കണ്ടന്റ് വിട്ടിട്ട് അടുത്ത കണ്ടന്റിലേക്ക് വരും. വിഷയം തെന്നി മാറുന്നുണ്ട്. അത് ഈ ആസിഫിക്ക ഇതേമാതിരി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ നമ്മള് വിഷയത്തിൽ തെന്നി മാറാം. ആസിഫ് ഖാന്റെ ഒരു ഫിലിം സ്റ്റാർ ആസിഫ്, പുള്ളി നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളന്ന് സിനിമയിൽ സമത് മങ്കണ്ട സിനിമന്റെ എല്ലാ പ്രൊജക്ടുകളിലും ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ഒരു 4-5 പടങ്ങളിലൊക്കെ. അപ്പൊ അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോ പുള്ളി അവിടെ ചാൻസ് വെച്ച് വന്നാ. അപ്പൊ ഈ വൈകുന്നേരം സീനുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇയാളും ഞാൻ ഇതുവരെ ഇങ്ങനെ വൈകുന്നേരം വരെ ഇരുന്ന് സംസാരിച്ചു. പക്ഷെ 3 മണിക്കത്തെ അയാൾക്ക് അയാളെ നാട്ടിലേക്ക് ലാസ്റ്റ് ട്രെയിനാണ് പറഞ്ഞിട്ട് പുള്ളി നീച്ചു പോയതിനു ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സീൻ എടുത്തു. ആ സീനിൽ അയാളില്ല. പക്ഷെ അയാൾക്ക് അന്ന് നഷ്ടപ്പെട്ട് നല്ലൊരു ചാൻസ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇന്ന് ഞാനത് തിരുത്തുന്നു. അയാളാ നീച്ചു പോയതുകൊണ്ട് ഇന്ന് വേറെ എവിടെ എത്തി, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ തന്നെ ഇരിക്കണേ. മനസ്സിലായ? അതാണ് വ്യത്യാസം. നമ്മളെ അതായത് അയാളാ നീച്ചു പോയത് വലിയൊരു ലോകത്തേക്കാ, ഞാൻ അവിടെ ഇരുന്നത് ആ ഇരിപ്പിലല്ലേ. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഈ സന്തോഷ് പണ്ഡിറ്റും നിങ്ങൾ നേരത്തെ പറഞ്ഞ സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ആ പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നായിരുന്നത്? അതൊക്കെ അതിന്റെ പിന്നിലെ പ്രവർത്തകരുടെ ബ്രെയിനാണ്. നമ്മളൊന്നും മാർക്കറ്റ് ചെയ്തിട്ട് കേറിയില്ലേ. അത് അങ്ങനെയാണ് ചിലത്. കാരണം വെച്ചാല് നിങ്ങൾ ഇന്നെ ചതിക്കാണെന്ന് പറഞ്ഞാൽ മുകളിലൊരു ദൈവം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ സാധനം അതിന്റെ ഉള്ളിൽ ഇടപെടും. അതിന്റെ 15 വർഷമാണ് അതിന്റെ പേരിൽ പോയത്. ഈ 15 വർഷം കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു അതാലോചിച്ച് നോക്ക്. ഈ 15 വർഷത്തെ ജീവിതം ഗോവിന്ദ ഏറെ കയറ്റി പോയി. ഏറിലേക്കാണ് പോയി. 15 വർഷം നമ്മള് നേരെ ശൂന്യാകാശത്ത്. പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഷാഫി ചാപ്പൂസ് ഇപ്പുറത്ത് കയറിഞ്ഞ് വിളിച്ചിന്, വൈഫ് ഇപ്പുറത്ത് വിളിച്ചിന്, താഴത്തേക്ക് മക്കൾ അതിന്റെ പിന്നാലെ പിന്നെ കുന്തെടുത്ത് കൂടുന്നു. അങ്ങനൊക്കെ നമ്മളിങ്ങനെ വന്നു. പിന്നെ നമ്മളെ വൈബിക്ക് ഓക്കെയാണ് അവര്. നമ്മളെ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും കോമഡിയാണ്. നിങ്ങൾ നമ്മളെ സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചു. കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ആയിരിക്കും. ഒരു പിന്നെ സിനിമന്റെ ഫോർമാറ്റോടുകൂടി തന്നെ ഷൂട്ടും കാര്യങ്ങളും തന്നെ പോകുള്ളൂ. അതിൽ കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന്റെ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം.
പുറത്ത് പോയി ചെയ്യാൻ ഓരോ വീട് നമ്മൾ ലൊക്കേഷന്റെ വാടക കൊടുക്കണം. ഇവിടെ എന്റെ സുഹൃത്തുക്കളെ വീടുകളാ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ വീടാ, എന്റെ ഉമ്മാന്റെ റിലേഷനാണ്. അപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ ഇന്റർവ്യൂ വരാൻ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു കോഫി ഷോപ്പ് പോവുകയാണെങ്കിലും അവിടെ നമ്മള് റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അനുഭവിക്കുന്നതാണത്. അപ്പൊ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിനിമം ഷൂട്ട് ചെയ്യണം നമ്മൾ ഇവിടുന്ന് വിട്ടാൽ 10,000 രൂപ ഒരു ദിവസം പെർ ഡേ ഏറ്റവും ചെറിയൊരു വീടിന് കൊടുക്കണം. നേരെ മറിച്ച് എന്റെ ബ്രദേഴ്സിന്റെ കുറെ വീടുകളുണ്ട്, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ വീടുകളുണ്ട്. ഇത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ വർക്കിൽ ഓരോ വീടുകൾ കണ്ട ആഡംബര വീടുകളാണ്. ഈ ആഡംബര വീട് എറണാകുളം ബേസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു 1.25 ലക്ഷം രൂപ ഒരു പെർ ഡേ ഷൂട്ടിന് കൊടുക്കണം. നമ്മൾ 4-5 ദിവസം ഷൂട്ട് ചെയ്യണ ഒരു ഉറുപ്പ് കൊടുക്കണ്ട. നമുക്ക് ജ്യൂസും പിന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ അത് ലാഭം. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞപ്പോ നിങ്ങൾ ഈ വെബ് സീരീസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ സ്വന്തം കീശൻ തന്നെയല്ലേ? വേറെ പ്രൊഡക്ഷൻ ആളുണ്ടോ? അത് സബാസ് മീഡിയ എന്നാണ് നമ്മള്. ഞാൻ ഈ അബദ്ധങ്ങളിൽ പെട്ട് ഞാൻ ഈ തിരിച്ചുവരവിലേക്ക് ഒരുങ്ങിയപ്പോ ഞാൻ ആദ്യം അത് തീരുമാനം, എനിക്കൊരു കമ്പനി വേണം. ആ കമ്പനി എന്റെ കൺട്രോളറായിരിക്കണം. അപ്പൊ എന്റെ മോളെ പേരിൽ സബാസ് മീഡിയ എന്നാണ് കമ്പനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. ആ കമ്പനിയിലൂടെ ആയിരിക്കണം ഷുക്കൂർ മുത്ത് എന്ന പ്രോഗ്രാമുകൾ മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രൊജക്ട്. അപ്പോൾ അത് നമ്മൾ എന്നെ അതിന്റെ സ്പോൺസേഴ്സിനെ ഒക്കെ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഈ സെക്കൻഡ് തിരിച്ചുവരവില് നമ്മളൊരു പ്രോജക്റ്റ് വെബ് സീരീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ടാസ്ക് നേരിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സാമ്പത്തികത്തിലാണ്. ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചെറിയ ഫണ്ടൊന്നും പോരാ. അപ്പൊ ഈ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച 4 സുഹൃത്തുക്കളുണ്ട്. ഒന്ന് വാപ്പു എന്ന് വിളിച്ചു ഞങ്ങളെ മൂസക്കുട്ടി, പിന്നെ രണ്ടാമത് ഫവാസ്, പിന്നെ ഒന്ന് നിഷാദ്, പിന്നെ ഒന്ന് ഷെയർ. ഇവര് എന്ന് പറയുന്നത് ഇത് ഇവർക്കും കൂടി പ്രൊമോഷനാണ്. സ്കൂപ്സോ ഐസ് കമ്പനി, അലോസി എന്ന് പറയുന്ന 2 ബ്രാൻഡഡ് സാധനങ്ങൾ വെബ് സീരീസിൽ അതുണ്ട്. അവരാണ് നമ്മളെ ഫസ്റ്റ് നീ പ്രൊജക്ട് ചെയ്യാൻ, അതായത് അവർക്കും ഇതേമാതിരി ഭയങ്കര ആഗ്രഹം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് ചെയ്യാൻ നമുക്ക് എന്ത് സഹായമാണെങ്കിൽ ഞങ്ങൾ തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫണ്ട് കുറച്ച് കമ്മിയാണ്, എന്ത് ചെയ്യുന്ന ഒട്ട് കമ്മിണ്ട്, ഇത്ര കമ്മിണ്ട്, അതിൽ ഇത്ര നമ്മൾ ചെയ്തു തരാം. ഫസ്റ്റ് തന്നെ അവര് ഒരു വണ്ടി, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ പൈസ മേടിച്ചു അവർക്ക്, നാളെ അവർക്കൊരു ഇടങ്ങാറ് വരണ്ട, നമുക്കൊരു പരസ്യമാക്കാറ്. അങ്ങനെയാണ് അവരെ ഫസ്റ്റ് എപ്പിസോഡിൽ അവരൊരു ഐസ് വണ്ടി ഇങ്ങനെ പോണു. അതിന് എന്റെ മക്കളെന്നെ അതിൽ അഭിനയിക്കുക, ഐസ് മേടിക്കണം, അത് തട്ടിപ്പറിച്ചു. ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം. വൈഫിന്റെ അടുത്ത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഏത് പരസ്യമാണെങ്കിലും കണ്ടന്റിന്റെ ഉള്ളിൽ ഈ സാധനം കുത്തിത്തിരിക്കി അത് മുഴക്കാത്ത രീതിക്ക് ആള് കൊണ്ടുപോയിക്കോളും. ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഞങ്ങനെ പറഞ്ഞൊരു ഫവാസുട്ട് ഇങ്ങനെ പറയണ്ട നമ്മളെന്താ ചെയ്യുക ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് നമുക്ക് കയറ്റാറുണ്ട്. അപ്പൊ അതിൽ ആ സാധനം കയറ്റി. പിന്നീട് സെക്കൻഡ് എപ്പിസോഡ് ആയപ്പോൾ ഓൽക്കും ഭയങ്കര ത്രില്ലായി. പറഞ്ഞു ജു എന്ത് പ്രൊജക്ട് ചെയ്യാത്ത ചെയ്യേ നമുക്ക് സെറ്റപ്പ് ആക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൽക്ക് നമുക്ക് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്താലോ വെച്ചു. ഓക്കെ, ഓൽക്ക് ഏതായാലും ഓല് ആഡിന് കൊടുക്കുന്ന പൈസ എനിക്ക് മാറ്റി വെച്ചു. അങ്ങനെ സെക്കൻഡ് പ്രോജക്റ്റിൽ അവരെ വലിച്ചു നീട്ടി ഫുള്ളായിട്ട് ഇട്ടിട്ടു ഒരു 1.5 മണിക്കൂർ. അത് അവർക്ക് ഭയങ്കര മൈലേജ് ആയി, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മൈലേജ് ആയി. ഇപ്പൊ ഓരോ സ്പോൺസേഴ്സും നമ്മൾ നമ്മൾ എന്തിനാ അവരെ പറയാതിരിക്കണേ? പിന്നെ നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റുമോ? ഇന്ന് ചിലപ്പോ നമ്മൾ ഓലെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെ ഒന്നിനല്ല, പക്ഷെ നിങ്ങൾ ചോദിച്ചപ്പോ അതിന് സത്യസന്ധമായ മറുപടി. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കാരണം ഇത്രയും നല്ല പ്രൊഫഷണൽ ആയിട്ട് സാധനം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫണ്ട് വേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ അതാണ് ഞാൻ ചോദിച്ചത്. ഇതില് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ക്യാമറക്ക് 10 പൈസല്ല. ക്യാമറ യൂണിറ്റ് പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ നബീല് പറയും, അവനും ഇവരൊക്കെ ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന. എന്റെ ക്യാമറ ചെക്ക് എന്ന് പറയുന്നത് മനൂപ് പറയും, ബാംഗ്ലൂര് വർക്ക് ബേസ് ചെയ്ത് ക്യാമറ വർക്ക് ചെയ്യണ. അവൻ ഈ വർക്കിന് മാത്രം ഇങ്ങോട്ട് വരും. അവന് ആ ആകെ കൊടുക്കുന്ന ട്രാവലിംഗ് എക്സ്പെൻസാ. അവന് അത് അങ്ങനെ നല്ലൊന്നല്ല കേട്ടോ, നമ്മളൊരു ഫാൻ ബോയ് ആണ്. ഫാൻ ബോയ് ഉണ്ട് തള്ളി അപ്പൊ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു അനിയ നിലനിൽക്കാണ്. അപ്പൊ ഓന്റെ ഒരു പ്രത്യേകത മനു ആ ചേറാണ് അവിടെ ഒന്ന് വെച്ച ഫ്രെയിം വന്നാവോ, പിന്നെ വൈഫ് വന്നാലോ ഞാൻ പറഞ്ഞാലോ ആള് റെഡിയാ. ഇതാ ഇറങ്ങി പാന്റൊക്കെ ഊരിയിട്ട് ആ ട്രാക്ക് സൂട്ടുമ്പോ തന്നെ ഇത്ര മുട്ടോളം ട്രൗസറുമ്പോ തന്നെ ആൾ ഇറങ്ങിയിട്ട് ആള് ഫ്രെയിം വെക്കും. ആള് അത്രയും കണ്ണിങ് ആണ്. അപ്പൊ അവനെ സംബന്ധിച്ച് ടെൻഷനില്ല. പിന്നീട് വരുന്നത് നമുക്ക് ഷജീർ മുഹമ്മദ് അറിയാം, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം പുള്ളിയാണ്. പുള്ളിക്ക് എങ്ങനെ പൈസ കൊടുക്കുക വെച്ചാൽ പുള്ളിക്ക് ഇല്ലത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ്. ആളൊക്കെ ശരിക്കും സിനിമ ലെവലിലെത്തേണ്ട ആളാണ്. അത്രയും പക്ക പ്രൊഫഷണൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ വായിക്കണത്. പിന്നീടുള്ള ടീം ഇപ്പൊ ആയല്ലോ ഏകദേശം. പിന്നെ അഭിനയിക്കാൻ വരുന്ന ടീംസാ, ഇവരൊക്കെ ചാൻസ് വെച്ചടക്കുന്ന ആൾക്കാരാണ്. ഞാൻ പണ്ട് നടന്ന ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പോലെ അങ്ങോട്ട് നമ്മൾ കൂട്ടിപ്പിടിക്കും. അവർക്ക് പ്രൊജക്ട് ഉണ്ടാവും, സാമ്പത്തികം നമ്മൾ കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ കുറച്ചൊക്കെ വരുന്നു. അപ്പൊ അവര് അതിനനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണുണ്ട്. അതിന്റെ ഒരു ബാക്കപ്പാണ്. ഇതാണ് അതിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. പിന്നീട് ഡയറക്ഷനും ക്യാമറയും ഡയറക്ഷനും സ്റ്റോറിയും വൈഫാണ്. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ അഭിനയിക്കുന്നത്.
പിന്നെ ഓൺ കോസ്റ്റ്യൂം ആയിരിക്കും, ഓൺ മേക്കപ്പ് ആയിരിക്കും, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ആലോചിക്കുക നിങ്ങളുടെ കൂടെ വൈഫിനെ ഇരുത്തേണ്ടിരുന്നു ഇപ്പൊ. ആ വൈഫിനെ പിന്നീട് അവർക്കും ഉണ്ടായിരുന്നു. അല്ല ഇപ്പൊ കിട്ടില്ല, കാരണം നടുവ് വെട്ടിക്കണേ. ഞാനത് പറയരുത് എന്ന് പറഞ്ഞില്ല. അത് സംബന്ധം വെച്ചാല് ഇവർക്കൊരു സ്വഭാവം ഉണ്ട്. ഞാൻ അവിടെ എന്തെങ്കിലും പണിയെടുക്കുമ്പോ വന്നിട്ട് കിട്ടും ഇവര് ബാക്കിൽ നിന്ന് ആക്കണ പരിപാടി. മോനോട് ഇപ്പൊ സംസാരിച്ച ഏകദേശം ഇവര് ഞാൻ അവിടെ കോഴിക്കോടുണ്ട്, അത് പിടിച്ചു വെക്കിനെ. വൈഫ് വന്നിട്ട് എന്തിത്താ പെങ്ങള് കാട്ടണേ, ഇവര് മൂന്നാളും കൂടിയിട്ട് പിടിച്ച് നല്ല ഊര കെട്ടി ഞെട്ടിന്നല്ല, ആൾക്ക് സുഖല്ല. അപ്പൊ ഞാൻ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു ട്രോൾ ചെയ്യപ്പോ പിന്നെ ഞാൻ വേറെ ദണ്ടക്കെട്ടിങ്ങനെ പൊക്കി വെച്ചിട്ട് കാക്ക കളിച്ചും കുട്ടികളെ കണ്ടാൽ മതിയാണ്. അതിൽ ഇങ്ങോട്ടാണ് ഇങ്ങക്ക് ഇപ്പൊ എന്താ 14 വിവാഹം ഒറ്റക്ക് ചെയ്യുന്ന ആളല്ലേ ഇവരെ ആകെ ട്രോള് ഇതാണ്. എന്ത് പറഞ്ഞ 14 വിവാഹം ഒറ്റക്ക് ചെയ്ത ആൾക്കാരാ. അപ്പൊ ഇത് 10-15 കൊല്ലം മുന്നേ പിന്നെപ്പോ എന്താ വെച്ചു. പിന്നെ അപ്പൊ അതാണ് ഇപ്പൊ മുപ്പത്തിയുടെ അവസ്ഥ. അപ്പൊ പിന്നീട് ഒരിക്കലാക്കാൻ ഇൻഷാല്ലാ. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഈ ലൊക്കേഷൻ ഒക്കെ ഈ നാട് തന്നെയല്ലേ മൊത്തം? ഞാൻ 90% ഇന്ന നാടാ ചെയ്യാറ്. കാരണം വെച്ചാൽ അത്രയും എനിക്ക് ഒരു ലൊക്കേഷൻ മാത്രമേ ഞാൻ പുറത്ത് ചെയ്യണുള്ളൂ. കാരണം വെച്ചാൽ ഷുക്കൂറിന്റെ ഗ്രാമം എന്ന് പറയുന്നത് ഭയങ്കര പച്ചപ്പും ഭയങ്കര വൈഡില് പച്ചപ്പ് കാണിക്കാൻ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും പറത്താൻ വേണ്ടിട്ട് നമ്മളെ ഈ പിന്നെ മക്രാറമ്പെന്ന് കുറച്ച് ഉള്ളിൽ പോയിട്ട് കാറ്റാടി പാടണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ്. അത് അവിടെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ഷുക്കൂറിന്റെ ഗ്രാമം കുറച്ച് ഭംഗിയാവണം. ഷുക്കൂർ ഔട്ട്ഡോറിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനുള്ള സാധനം സ്പേസും ആണല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് പറ്റിയൊരു ഏരിയ ഷുക്കൂറിന്റെ ഗ്രാമം അതാക്കി കാറ്റാടിപ്പാടം ആ ഗ്രാമത്ത് വെച്ച് ഷൂട്ട് ചെയ്യും. ബാക്കിയുള്ള വീട്, റോഡ്, ഷോപ്പുകൾ, കാര്യങ്ങളൊക്കെ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാല് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. പക്ഷെ നമ്മളെ കാണുമ്പോ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. എന്തിട്ടാണ് ഇത് പക്ഷെ ഇപ്പൊ ആ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ എന്റെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ചെന്നിട്ട് കാക്കുമ്പോ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യട്ടോ ഷൂട്ട് ചെയ്ത് പറയാം. ചിലപ്പോ പറയാം പിരാന്തങ്ങായി 10 പൈസയും കിട്ടാ ഇതിനടക്കാം. നമുക്ക് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഇതിന് വരും. അതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും. വെബ് സീരീസിന്റെ ഫ്രണ്ടിൽ ആഡും കാര്യങ്ങളും പിന്നെ യൂട്യൂബും വരുമാനം അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകാനുള്ള സാധനമൊക്കെ ഇതിന് കിട്ടും. വലിയൊരു കോടീശ്വരനൊന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ ഇതിന്റെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് കൊണ്ടുവരുന്ന വൈഫാ. അപ്പൊ ഞാൻ എന്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് റിയൽ എസ്റ്റോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പോകും. വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യല് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് മറുപടി വന്നത് പുള്ളിക്കാരത്തെ ഞാൻ വിളിച്ചാണ്. അങ്ങനെ ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യണം. അപ്പൊ നമ്മള് 8-10 ചോദിച്ചില്ലേ, അതില് ഇത് ഓക്കെ കൊടുത്തളാണോ. 10ഓളം ആൾക്കാരെ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ ആരും എത്തിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് എത്തുന്ന നിങ്ങളാണ്. നമ്മള് ഷാഫി ജാബൂസിന് ഈ തുടങ്ങണ മുന്നേ കൊടുത്ത ഇന്റർവ്യൂവിന് ശേഷം ഇപ്പൊ ഈ നമ്മളെ വെബ് സീരീസ് തുടങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളതാ. അതെ അതെ, ആ ഭാഗ്യം നമുക്ക് അടിപൊളി. അതിന് ഭയങ്കര സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ വെബ് സീരീസ് നോക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറം ഭാഷയാണ്. മലപ്പുറം ഭാഷ ഒരു സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താണ് ഇവർ പറയുന്നത്, ഇത് മലയാളമാണോ എന്നൊക്കെ ചോദിച്ചാൽ അന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മലയാളത്തിലെ ഏറ്റവും മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തിന്റെ ആ ഒരു ഭാഷയും മലപ്പുറത്തിന്റെ ആ ഒരു നാടൻ തനിമയും ഒക്കെ ആ ഭാഷയിലും നിങ്ങളുടെ വീഡിയോയിലും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ മലപ്പുറത്തുകാർ എല്ലാവരുടെയും വീഡിയോയിലുണ്ട്. അല്ല അത് പറയുമ്പോ ഭയങ്കര കോമഡി തോന്നുന്നത് എന്താ വെച്ചാല് ഈ വർക്ക് ഇറങ്ങുന്നത് 2007 ഷുക്കൂർ ഇറങ്ങുക. അതിനുശേഷം നമ്മൾ ഈ പടം ചെയ്തല്ലോ, പടത്തിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോ നമുക്ക് അന്ന് ഈ ഭാഷ ഇത്ര ഒന്നും വലിയ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ മലപ്പുറം ഭാഷ വന്ന് മൂപ്പത്തിയേരി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങ് ഏറെ കയറ്റി വിട്ടു. മലപ്പുറം ഭാഷയാണ് ഈ മുപ്പത്തിയേര്, നിങ്ങൾ എടുക്കാ പോണ്, നിങ്ങൾ എന്തിനാ വരുന്നത്, എന്താണ് അത്. മലപ്പുറത്തിന് തന്നെ പല സൈഡിലും പല ഭാഷകളുണ്ട്. ഓരോ സൈഡിനനുസരിച്ച് തിരൂര്, പൊന്നാനി, ആ ഭാഗത്തേക്ക് അങ്ങനെ പല. അപ്പൊ നമ്മളീ മങ്കട ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ മൂപ്പത്തിയേരി എന്ന് പറഞ്ഞാല് ഒരു മൂത്ത ആള് എന്നുള്ള നിലക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലക്കാണ് പറയുന്നത്. മുപ്പര് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി പ്രായമല്ല. ഇവിടെ ചില ഭാര്യമാരൊക്കെ പറയാം മൂപ്പര് എന്ന് പറയും ഭർത്താവിനെ. പൊതുവെ മലബാറിന്റെ മുഴുവൻ ആ ഒരു കൾച്ചറാണ്. പക്ഷെ ആ ഒരു കൾച്ചറിന്റെ ഒരു ഭാഷയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും അന്ന് ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അവര് കൂടുന്നിട്ടൊരു സാധനം എന്താ വെച്ചാല് 30 ഇതെന്തടേ, എന്ത് തള്ളേ, എന്ത് 30 അതിന്റെ കുറെ അടിയിൽ കമന്റ് വന്നത്. പക്ഷെ ഇന്ന് നമ്മള് അന്ന് ആ ഷുക്കൂർ ചെയ്ത സാധനം ഈ മലപ്പുറം ഭാഷനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷുക്കൂർ സുന്ദരന, ഓനൊരു വല്ലാത്ത സംഭവം, കണ്ണാടി ചില്ല് പോലെ. ആ വരികളൊന്നും ആൾക്കാർക്ക് ചിലർക്ക് മനസ്സിലായില്ല ഇത് എന്ത് സാധനം എന്ന് വെച്ചാൽ. അതൊക്കെ ഒരു മലപ്പുറം ഭാഷന്റെ ടച്ച് സാധനം തന്നെയാണ്, പക്ക മലപ്പുറത്തിന്റെ ടച്ചാ. ഇന്ന് ആ സാധനം മലപ്പുറം ഭാഷയാണ് വേൾഡ് ലെവലിൽ കയറിപ്പൊട്ടി ദബ്സി അങ്ങോട്ട് കൂടുന്നിട്ട് അങ്ങോട്ട് പവറാക്കി. അപ്പൊ എന്താ റാപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ അത് പക്കയാണ്.
അതെ. അപ്പൊ അത് ഇന്ന് ഓഡിയൻസ് അംഗീകരിച്ചു. അപ്പൊ ആ ജനറേഷൻ ഈ ജനറേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് മലപ്പുറത്തിന് ആൾക്കാർ അംഗീകരിച്ചു. മലപ്പുറത്തുകാർ പൊതുവെ അങ്ങനെ അംഗീകരിക്കാൻ ആണാണ്. അല്ല, മലപ്പുറത്തിന് ഒരു സമയത്ത് സിനിമയിലൊക്കെ അവതരിപ്പിച്ചത് വളരെ മോശമായിട്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് മറ്റേ പ്രിയദർശൻ ശ്രീനിവാസൻ സിനിമകളിലൊക്കെ മലപ്പുറം ഭാഷനെ പോലും അവര് അതേത് ഭാഷ ഞമ്മക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ ആ പ്രയോഗം അങ്ങനെയല്ല വാദിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അത് ചോദിക്കുമ്പോ നമ്മൾ കോഴിക്കോട്ടായതുകൊണ്ട് ഏകദേശം മലപ്പുറമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇതല്ല, മലപ്പുറം കോഴിക്കോട് തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വെട്ടിയിട്ട ബായത്തണ്ട് എന്നൊക്കെ പറയണത് അത് ഒരു സൈഡിലാണ്. നമ്മളവിടെ പറയണ ഓണത്തെ വെട്ടിയിട്ട ബായത്തണ്ട് മാതിരിയാണ്. അതിന് കുറച്ചുകൂടി ഒരു ഇതാവും. പിന്നെ നമ്മളെ മലപ്പുറം ഭാഷന ഒരു കട്ടി കൂടിയ സാധന എടുത്തിട്ട് പറയണ മാതിരിയാ തോന്നുന്നു. അത് പോട എന്ന് പറയുന്നതും പോട എന്ന് പറയാ നമ്മള് നോർമലി പെയ്ക്കാവിടുന്ന് പറയുന്നത് ഇജൊന്ന് പെയ്ക്കാറ്. ഈ സാധനം വേറെടുത്ത് കേൾക്കുമ്പോ ഇജൊന്ന് പെയ്ക്കാന്ന് പറഞ്ഞു. ഇത് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമന്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, സംസ്കാര സിനിമന്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പലരോടും പറയാം, നമ്മൾ ഈ മലപ്പുറം ഭാഷ നമുക്ക് എന്നും സിനിമ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു മാസം 2 മാസം ചെല്ലുമ്പോൾ നമ്മളെ മലപ്പുറം ഭാഷ മിക്സ് ചെയ്ത് തന്നെ കയറി വരും. അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ അത് പ്രശ്നമാകും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുക, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഇതാണ് സംഭവം എന്നില്ലേ. നമ്മളെ മലപ്പുറം ഭാഷ ഇപ്പൊ കുറെ ആൾക്കാർ വലിച്ചു നീട്ടി പൊളിച്ച് കുറെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പൊ നമ്മളെ മലപ്പുറം ഭാഷ എല്ലാവരും നെഞ്ചത്തേറ്റി. അതൊന്നുമില്ല. ശരിക്കും അതിന്റെ തുടക്കക്കാര് എന്നൊക്കെ ആണെങ്കിൽ നമുക്കും പറയാം. ചുക്കൂറ് സാധനത്തിലൂടെയാണ് മലപ്പുറത്തിന്റെ ഒരു സാധനം നമ്മൾ കൂടുന്നത്. പക്ഷെ അതിന്റെ മുന്നേ വന്നിട്ടുണ്ടാവും കേട്ടോ, നമുക്കൊന്നും അറിയില്ല. കുറെ സിനിമകളിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സിനിമയിലൊക്കെ വന്നത് നെഗറ്റീവ് വൽക്കരിച്ചാണ്, പോസിറ്റീവ് വൽക്കരിച്ച് നമ്മളെ സോങ്ങിലൂടെ വന്നത്. ഇപ്പൊ മലബാർ ഏരിയയിൽ തന്നെ നമ്മളെ ഈ ലിറിക്സ്, ഇപ്പൊ പുതിയ വെബ് സീരീസിന്റെ ലിറിക്സ് എഴുതാൻ വേണ്ടി നമുക്ക് നമ്മളെ വർക്കില് ഒരു ഫീമെയിലാണ് എഴുതിയത്. കാരണം വെച്ചാൽ കൂടുതൽ നമ്മളെ ഡയറക്ടർ ഫീമെയിലാണ്. അപ്പൊ അതിൽ കുറെ ഫീമെയിൽസിനെ നമ്മൾ കയറ്റുണ്ട്. കാരണം വെച്ചാൽ അവർക്ക്, എന്റെ വൈഫിന് ഒരു സമാധാനം സ്വൈരം കിട്ടും, ഇവർക്കും സമാധാനം സ്വൈരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ജെൻസിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ ഇതില് ശരിക്കും ഇതിങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് റഫീഖ് പറയും. റഫീഖിന്റെ വൈഫ് ഷെമീന ടീച്ചറാണ്. പുള്ളിക്കാരത്തി കണ്ടോ, ഈ പുള്ളിക്കാരത്തി ഇത് പറഞ്ഞാണ് ആകെ നസൂസിയത്. ഓക്കെ, അവരാണ് ഈ സോങ് എഴുതിയിട്ടുള്ളത്. ഷുക്കൂറിന്റെ ഈ വെബ് സീരീസിലെ സോങ് എഴുതിയിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മൾ എത്ര പിടിച്ച് മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നമ്മളെ എന്താ ചോരയിലെ ഗുണം അത് എന്തായാലും വരും. അതിന് ഇപ്പൊ നമ്മള് വന്നു വിചാരിച്ചിട്ട് നമ്മള് തെറ്റെന്ന് പറയില്ല. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു ബഹുമാന സൂചകമായിട്ടൊക്കെ പറയും. ഇനി ഇതിന്റെ അടിയിൽ കമന്റ് വരും, എന്താണ് ബഹുമാനം പറയുന്നത്. ഇനി ചോദിക്കുന്നത്, ഇതിനൊക്കെ പുറമെ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ നിൽക്കുന്ന ഈ ഫെയിമിന് പുറമെ നിങ്ങൾ നാട്ടില് എന്താണ്, നാട്ടുകാർക്ക് എന്താണ്? നാട്ടുകാർക്ക് ഞാൻ ഒരു കുറച്ചൊക്കെ മുന്നേ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതൊക്കെ വിട്ട് ഈ ഷുക്കൂർ 22 വയസ്സൊക്കെ ആയപ്പോ ആ ഒരു ഏജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുട്ബോളിനോട് വിട്ടു പോകുന്നു. ഇപ്പൊ നമ്മള് അന്നും ഇന്നും നിലനിർത്തി പോകുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ സമൂഹത്തോട് ഒരു നീതി പുലർത്തേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമ്മളൊരു ഈ ഇന്ത്യൻ പൗരനാണ് എന്നിട്ട് നിലക്ക്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചോദിച്ച് ജേതാടാ പാർട്ടിയും പറയില്ല. കാരണം വെച്ചാൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനത്തെ വലിയൊരു ഇതൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങൾ. പിന്നെ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂള് ഒരു SMC ചെയർമാൻ എന്ന നിലക്ക് ഇരിപ്പുണ്ട്. അപ്പൊ തുടർച്ചയായി 2 തവണ ആയി. അപ്പൊ അത് സ്കൂളിന്റെ ഒരു പുരോഗതി. ഞാനൊക്കെ പഠിച്ചു വന്ന സ്കൂളാണ്. ശരിക്കും ആ സ്കൂളിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ അഭിനയത്തിന്റെ ബാലപാഠം പറഞ്ഞു തന്നത് എന്റെ ഒരു അധ്യാപകനുണ്ട്, മാഷിയാർ. അയാളാണ് ശരിക്കും ഈ മോണാക്റ്റിലൂടെ ഇതിന്റെ ഒരു കണ്ടന്റ് അന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്ത് തരും. അതിന് വേണ്ട ട്രെയിനിങ്ങും സ്കൂൾ തലത്തിൽ പോകാനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതിനും, പ്രത്യന്വേഷം, അങ്ങനെ നാടകം, ഇതിലൊക്കെ മൂപ്പര് ആ അധ്യാപകനായിരുന്നു. എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ കേൾക്കുന്നവർക്ക് 30-37 പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അപ്പൊ അതാണ് നമ്മളെ ഭാഷ. ഞാനും ഉപയോഗിക്കുന്ന മൂപ്പര്. അപ്പൊ അതിങ്ങനെ അദ്ദേഹമായിരുന്നു അതിങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നീന് കേട്ടോ. അപ്പൊ ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ SMC ചെയർമാനായിട്ട് 2 തവണ തുടരുന്നത്. ഇനി എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ, പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ നാടിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്. നമ്മുടെ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ KFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും പരിപാടി, നാടൻ മനുഷ്യനാണ്. അവരിപ്പോ ഒരു ആദരവ് തന്നിരുന്നു, അത് ഏറ്റുവാങ്ങി അങ്ങനെയൊക്കെ അങ്ങനെ തട്ടിയും മുട്ടി പോകും. ഇനി ചോദിക്കാനുള്ള ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഭാവി പരിപാടികൾ? ഈ ഇതൊക്കെ ഇതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. സ്വപ്നങ്ങൾ മാത്രം
നമ്മളെ മുന്നിലുണ്ടെങ്കിലേ നമുക്ക് അതിന് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം നേടാൻ പറ്റുമെന്നല്ലേ എൻ്റെ ഒക്കെ ഉപ്പ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം. നമുക്ക് വലിയ എല്ലാ കലാകാരന്മാരെ അവസാന ആഗ്രഹം എന്താ വെച്ചാൽ അഭിനയത്തിന്റെ ഒരു ഒരു നല്ലൊരു പോയിന്റ്, അതിന് മേലുണ്ട് നല്ലൊരു പോയിന്റ്, ഒരു സിനിമ ചെയ്യുക, അത് അത്യാവശ്യം ഫെയിം ആവുക, പിന്നെ സിനിമയിൽ എത്തിപ്പെടാനില്ല. ഇതന്നെയാണ് ഇന്ത്യയും ലക്ഷ്യം. പക്ഷെ നമ്മൾ ഈ തോണി തുഴഞ്ഞിട്ട് ഇങ്ങനത്തെ എന്താ പറയാ സ്പീഡിലെത്തില്ല. നമ്മള് ഈ വഞ്ചി കുത്തി പിടിച്ചാ പോണത്. മറ്റുള്ളൊരു ജെറ്റിന്റെ മോട്ടോർ നല്ല പോകുന്നുണ്ട്. നമുക്ക് ബാക്കപ്പ് പിന്നെ അതിന് വേണ്ട സപ്പോർട്ട് തരാനോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റിയ സാഹചര്യങ്ങളും ഇല്ല. അതിനുള്ള എന്താ പറയാ ബാക്കപ്പ് ഇല്ല. ബാക്കപ്പ് മനസ്സിൽ ഫാമിലി പാരമ്പര്യത്തിൽ ആരും സിനിമാ നടന്മാരല്ല, സിനിമയുമായി ബന്ധമില്ലാരല്ല, അവർക്ക് ബന്ധമില്ല പല ഫീൽഡുകളില്ല. അതിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ കൂടെ ആ വാലുമ തൂങ്ങി പോവാം. പക്ഷെ ഇത് സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കന്നെ കയറി പോകേണ്ട സാധനമാണ്. അതിനുള്ള പ്രയത്നം, അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിലേക്ക് എന്തായാലും നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ സിനിമ ചെയ്യാം, ചിലപ്പോൾ ക്ലിക്കാവാം, പൊട്ടാം. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അതായത് ഞാൻ കുറെ ആൽബങ്ങൾ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും അറിയപ്പെടുന്നത് ഒന്ന് ഷുക്കൂർ, മുഷീനെ കണ്ടാൽ, അരിപ്പം തിരുപ്പോതിൽ, ഈ സാധനങ്ങളൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിലേറെ എത്രയോ ആൽബങ്ങൾ, അതിലേറെ ഹിറ്റാവുന്ന സാധനങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കയറിയിട്ടില്ല. അവിടെ കയറിയത് ഈ 2-3 സാധനങ്ങളാണ്. ഭാവിയിൽ എന്തായാലും നമ്മള് ഇതന്നെ ഫീൽഡ് തന്നെ നമ്മൾ ഈ പോണ പോക്ക് അങ്ങനെ പോകും. നമ്മൾ പറയുന്ന ഒരു ഭാഷ ഉണ്ട്, ആറുമുഖം ഈ പോക്കണ പോകും. അതിൽ നിന്ന് മാറ്റൊന്നുമില്ല. നമ്മള് ലൈഫ് സമാധാനം സന്തോഷമായിട്ട് ഫാമിലി, കുടുംബം, പിന്നീട് നമ്മുടെ നാട്ടുകാര്, കൂട്ടുകാര്, കുടുംബം, പിന്നെ നമുക്ക് അഭിനയിക്കാല സ്വാതന്ത്ര്യം, ജീവിക്കാല സ്വാതന്ത്ര്യം, ആ വഴിക്ക് അങ്ങനെ പോകും. സിനിമക്ക് ചെയ്യും, കിട്ടിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നാളെ അടുത്ത ആഴ്ച സിനിമ ചെയ്യും, അടുത്ത മാസം സിനിമ ചെയ്യും പറയില്ല, തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, സിനിമ ഒന്നും കയ്യിലില്ല. വെബ് സീരീസ് ഓൾറെഡി നമ്മളെ വെബ് സീരീസ് ഇപ്പോ 6 എപ്പിസോഡായി. നമുക്കൊരു 10-12 എപ്പിസോഡ് ആ സാധനം ഉണ്ടാവും. അതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പൊ സുഖല്ലേ, അതിന്റെ കഥയൊക്കെ നേരത്തെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ്, ഇങ്ങനെ പോണം ഇങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത്. ഇല്ല, അതിന് ഒഴുക്കിനങ്ങനെ പോവല്ല. അതിലേ ഒരു റൂട്ട് ഉണ്ട്, ഒരു എന്താ പറയാ ഒരു നൂല്. ഈ നൂലിനെ പിണഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. അതായത് ഷുക്കൂർ എന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്ന കയറ്റിറക്കങ്ങളുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ലൈഫുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടോ? ഇല്ല, ലൈഫ് വേറെയാണ്. അല്ല അങ്ങനെയല്ല, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് വരെ കണക്ഷൻ ഉണ്ടോ? ഒരു പാർട്ടില്ല. ഷുക്കൂർ വേറെ ഏതോ ലോകത്ത് ഇറക്കുന്നു, ഷാനവാസ് വേറെ ഏതോ ലോകത്ത് ഇറക്കുന്നു. അതിന് കാരണം രാവും പകലും. അതല്ല ചോദിച്ചു, നിങ്ങളെ ആ ഒരു വെബ് സീരീസിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും? ഇല്ലല്ല, ആ ഒരു ടൈപ്പ് അല്ല ഞാൻ പറഞ്ഞത്. അത് എന്റെ ടൈപ്പ് പരിപാടികൾ വേറെയാണ്. ഷുക്കൂർ എന്ന ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ചെയ്യും. എനിക്ക് അതിന് പ്രിപ്പറേഷൻ വേണ്ട. ആ ഒരു സീക്വൻസ്, ആ ഒരു സിറ്റുവേഷൻ, ഇതാണ് ഷുക്കൂറിന്റെ സംഭവം എന്ന് മാത്രം ഡയറക്ടർ പറഞ്ഞാല് ആ ഷുക്കൂറിന് വേണ്ട സാധനം എന്താന്നുള്ളത് ഓൾറെഡി നമ്മൾ വന്ന് പോകണം. അല്ലാതെ ഞാൻ പോലും ക്യാമറ മുന്നിൽ ആക്ഷൻ പറയുമ്പോൾ പോലും എന്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആരാണോ ഓന്റെ പെർഫോമൻസ് വെച്ച് നമ്മൾ സാധനങ്ങളൊക്കെ അയച്ചല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീനിൽ വരുന്നത് ഒരു ഹംസാക്കാരൻ, ബ്രോക്കർ ക്യാരക്ടർ. അങ്ങേര് ഞാനും പൊളിയായിട്ട് സാധനമാണ്. പിന്നെ ഉമ്മ, ജമീല, നളിനി ചേച്ചി പക്ക സാധനമാണ്. നാടക ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. ഇവരുടെ നിന്നൊക്കെ കിട്ടുന്ന സാധനത്തിന് വെള്ളം കുടിച്ചു. പാട്ടും പാടി അങ്ങനെ അത് വേറെ അയാളൊക്കെ പ്രൊഫഷണലി നാടകക്കാരാ. അത് ഏതെങ്കിലും ഒരാളെ കൊടുത്തിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യണത്. അതാണ് നിങ്ങൾ പറഞ്ഞ മാതിരി അതിനൊരു പ്രൊഫഷണൽ ടച്ച് വരാനുള്ള കാരണം ഇവരൊക്കെ ഉണ്ടാവുകൊണ്ട്. അല്ലാതെ ചുക്കൂർ ചെയ്തോ സുലൈഖ ഷാനവാസ് ഡയറക്ട് ചെയ്തോണ്ടൊന്നല്ല. ഇതിൽ വരുന്ന ഓരോ ക്യാമറ മുതൽ അല്ലെങ്കിൽ അതില് പ്രൊഡക്ഷൻ ബോയ് മുതൽ ഇതിന്റെ A to Z ചെയ്യുന്ന മ്യൂസിക് ചെയ്യുന്ന ഷജീർ മുഹമ്മദ് വരെ പക്ക പ്രൊഫഷണൽ ആൾക്കാരാണ്. ഞാനാണ് പ്രൊഫഷണൽ കുറവില്ല ആളായിട്ട്, സത്യം പറഞ്ഞ. അപ്പൊ അതാ അങ്ങനെ പോകുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് വെബ് സീരീസ് ചെയ്യും. ഏതായാലും എല്ലാ ആശംസകളും നേരെയാണ് വെബ് സീരീസിനായാലും മുന്നോട്ടുള്ള ജീവിതത്തിനായാലും. എല്ലാം 100 മേനി കൊയ്യട്ടെ. എന്തെങ്കിലും വിട്ടുപോയൊരു സാധനം, നമ്മളെ ഈ വെബ് സീരീസിന്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഷാനവാസ് മാമ്പള്ളി എന്നിന്റെ പേരില് യൂട്യൂബ് ചാനലിന്റെ പേരില് ഷാനവാസ് മാമ്പള്ളി എന്നാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇതൊരു പ്രമോഷനും കൂടി ആവാം എനിക്ക്. ഷുക്കൂർ മുത്ത് എന്നാണ് നമ്മളെ ടൈറ്റിൽ വരുന്നത് വെബ് സീരീസിന്റെ. കുറെ ആൾക്കാർ ഷുക്കൂർ സുന്ദരം തെരഞ്ഞിട്ട് കിട്ടുന്നില്ല വെബ് സീരീസ്. അതിന്റെ കൂടെ വരുന്നുണ്ട്, ടാഗ് ലൈൻ ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരു തെരഞ്ഞ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഷുക്കൂർ മുത്ത് എന്നാണ് നമ്മൾ വെബ് സീരീസിന്റെ പേര്, ഷാനവാസ് മാമ്പള്ളി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഇതിലൂടെ ആയിരിക്കും നമ്മൾ ഷുക്കൂറുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മള് സബാസ് മീഡിയ എന്ന് പറയുന്ന പിന്നെ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനി
ഒരു പേരിലൊരു ഐ ഡി തുടങ്ങിയിട്ടുണ്ട്. ആ ഐ ഡിയിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനിച്ചിട്ടില്ല, അതിലേക്ക് വരുന്നുള്ളൂ. സബാസ് മീഡിയന്റെ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഇപ്പൊ ആവുന്നുള്ളൂ. ഇതാണ് ഇപ്പൊ ഷുക്കൂറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഷാനവാസ് മമ്പള്ളി എന്ന ചാനൽ. അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഷുക്കൂർ എന്ന എന്റെ അറിയപ്പെടുന്ന പേരും എന്റെ ഒറിജിനൽ പേര് അറിയാത്ത ആൾക്കാരുണ്ട്, ഷാനവാസ് മമ്പള്ളി. അപ്പൊ ആ ഒരു പേരിലേക്ക് ആൾക്കാരെ എത്തിക്കാനും കൂടിയില്ലേ ഒരു ചെറിയ തന്ത്രം മനസ്സിലും കൂടിയാണ്. അപ്പൊ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ആ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കാരെ നിങ്ങളെ ഐഡിയ തന്നെ ഷുക്കൂർ സുന്ദരൻ എന്നാ. കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഷുക്കൂർ സുന്ദരൻ തന്നെ അത് മാറ്റിയിട്ടും ഒരു ബാധ പോലെ പിന്തുടരുകയാണ് ഈ ഷുക്കൂർ. ഇതൊരു രണ്ട് സംഭവം വരുന്നുണ്ട്. ഒന്ന്, ഷുക്കൂർ മുസ്ലിം കാസ്റ്റിന്റെ പേര്, സുന്ദരൻ എന്ന് പറയുന്നത് ഹിന്ദു കാസ്റ്റിന്റെ പേര്. പിന്നെ ഇത് ആൾക്കാർ ചിന്തിക്കുന്നത് ഷുക്കൂർ സുന്ദരൻ ആയതുകൊണ്ടാണോ ഷുക്കൂർ സുന്ദരൻ എന്ന് കിട്ടുന്ന. സത്യത്തിൽ ഇത് അങ്ങനെ, അതായത് ഒരു രൂപം ചുറുക്കില്ലാത്ത ഒരാള്, ഞാൻ സ്വന്തം ചുറുക്കുള്ള ഒരാളാണെന്ന് കരുതി ചെത്തിപ്പൊളിച്ച് നടക്കണം. അപ്പൊ അവനെ പരിഹസിച്ചുകൊണ്ട് ഷുക്കൂർ സുന്ദര എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കണം. അതാണ് ഇതിൽ ഉദ്ദേശിച്ച സാധനം. കോമഡികൾ നിറഞ്ഞാടും നമ്മൾ വെബ് സീരീസിൽ. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടും, അത് പിന്നെ അങ്ങനെയാണ്. എല്ലാം ചിലപ്പോ നമ്മൾ ആ ഒരു മീറ്ററിലേക്ക് എത്തിക്കൊള്ളും പറയാൻ പറ്റുന്ന. നമ്മളൊരു ഒരു കണ്ടന്റ് ഉണ്ട്, ഷുക്കൂറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടന്റ് പോകും. അത് ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ച് അവിടുന്ന് വരുന്ന ഒരു കമന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡിന് അതിലേക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയിട്ടാണ് അടുത്ത എപ്പിസോഡ് വരിക. ആ എപ്പിസോഡിൽ കൊണ്ടുപോയി വെക്കുന്നൊരു തല ഉണ്ടാവും. അവിടെ നിന്നിട്ട് അടുത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് പോകും. ഷുക്കൂറിന്റെ എപ്പിസോഡിൽ നിൽക്കുന്നത് പെണ്ണ് കല്യാണം കിട്ടുന്ന ഇറങ്ങിപ്പോകും. എല്ലാവരും ഷുക്കൂർ അവസാനിച്ചു ഒരിക്കലുള്ള മക്കളെ, അതും ഒരിക്കലും അവസാനം. കാരണം വെച്ചാൽ അത് നമ്മളെ അന്നാണ്, അത് നിന്ന് വേറെ പണിയില്ലല്ലോ. അപ്പൊ അത് നമ്മള് മാക്സിമം നല്ല രീതിക്ക് തന്നെ ആ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകും. കാരണം നമ്മളെ ഫസ്റ്റ് പ്രൊജക്ട് കരിക്കൊക്കെ വന്നില്ലേ, അതേമാതിരി ഒരു പ്രൊജക്ട് ഒക്കെ നമ്മൾ സ്വപ്നം കാണാം. നമുക്ക് എത്താൻ പറ്റില്ല, പറ്റുകയാണെങ്കിൽ പറ്റട്ടെ, നമ്മളെ എത്തിന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് ആ സാധനം. അപ്പൊ എന്തായാലും ഒരു 10-12 എപ്പിസോഡ് വരും. ഞങ്ങൾ പ്ലാനിങ്ങിൽ വലിയ പ്ലാനിങ് ഉണ്ട്. പക്ഷെ ആ പ്ലാനിങ്ങിലേക്ക് ഒരു സാമ്പത്തികം വലിയൊരു ഘടകമാണ്. അപ്പൊ ആ കൺസെപ്റ്റ് അവിടെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ മാറ്റിട്ട് അതേ കണ്ടന്റിന് സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ കപ്പലിൽ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച സാധനം നേരെ തോണി കൊണ്ടുപോയി ഇത്രേ ഉള്ളൂ. അത് കപ്പലിൽ ചെയ്യാൻ വിചാരിച്ച സാധനം കഴിയില്ലെങ്കിൽ നമ്മൾ നേരെ തോണിക്ക് മാറ്റി. അതേമാതിരി ചേഞ്ചുകൾ നമ്മൾ വരുന്നു. മാക്സിമം നമ്മൾ കപ്പലിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. വെട്ടിയ മുറി കൂടുന്ന ആളാണ് ഷുക്കൂർ. അങ്ങനത്തെ കൂടി പറഞ്ഞോ. മിക്കവാറും അടുത്ത ഏറെക്കില്ല പണിയായി. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അല്ല, വൈഫ് ആദ്യം തന്നെ പോന്നപ്പോ പറഞ്ഞു, ഈ ഇന്റർവ്യൂ ഒന്നല്ലെങ്കിൽ വേറില് പോകും, ഇല്ലെങ്കിൽ അവിടെ കയറി കത്തിയാണ് നിനക്ക് എന്താ തോന്നുന്നത്? ഇല്ല, ഞാനിത് പറയുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പൺ മൈൻഡോട് കൂടി പറഞ്ഞതാണ്. ഇത് ഇപ്പൊ നിങ്ങളത് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒനിഷ്ട് ചോദ്യമൊന്നും ഇല്ല. അപ്പൊ ഇതെന്തോ ആയിക്കോട്ടെ, എന്റെ ലൈഫ് ഇതാണ്. സത്യസന്ധമായ കാര്യം നമ്മൾ പറയുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്കാർ എടുക്കുന്ന കാര്യം എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ കാര്യം സത്യമായിട്ട് പറഞ്ഞു. ആ സത്യത്തെ ഇതിൽ പോസിറ്റീവായി കാണാം, നെഗറ്റീവ് കാണാം. അപ്പൊ ഞാൻ ഇതിന്റെ പോസിറ്റീവുകൾ ഞാൻ ഇതില് വളച്ചൊടിച്ച കഥകളൊന്നും മനസ്സിലായി. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. എന്റെ പ്രൊജക്ടിന്റെ ഏതോ ഒരു പ്രൊജക്ടിന്റെ അടിയിൽ ഒരു പെണ്ണ് കൊടുന്ന കമന്റ് ഇട്ടു, നിങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു, എനിക്ക് അന്ന് ഏജ് ആയിരുന്നില്ല. അപ്പൊ ആ പെൺകുട്ടിക്ക് അന്ന് 8 വയസ്സായിട്ടുള്ളൂ. സോറി, 8 അല്ല, 8ാം ക്ലാസ് പഠിക്കുന്നു. സോറി, 8ാം ക്ലാസ് എന്തോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏജ് ആകാത്ത, അത് 8 വയസ്സിന്റെ ഡിഫറൻറ്റ് ഉള്ളു. അങ്ങനെയാണ്, 8 വയസ്സിന്റെ ഡിഫറൻറ്റ് ഉള്ളു. ഇപ്പൊ ഞാൻ കല്യാണം 8 വയസ്സിന്റെ ഡിഫറൻറ്റ് അവളും ഞാനും തമ്മിൽ. അപ്പൊ അത് ഏജ് ഓവർ ആയതുകൊണ്ടാണ് ആ പെൺകുട്ടി ഞാനൊരു 8 വയസ്സിന്റെ ഡിഫറൻറ്റ് അല്ലത്. എനിക്കത് കമന്റ് ഇട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ആരാ ചോദിച്ചപ്പോ. അപ്പൊ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, 8 വയസ്സിന്റെ ഡിഫറൻറ്റിലാണ്, അതുകൊണ്ടാണ് അവര് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞത്. അന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി 8 വയസ്സിന്റെ ഡിഫറൻറ്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചതിന് 11 വയസ്സിന്റെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇവള് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച എന്റെ വൈഫ് ആയി വരാല് ഒരു സമയം എടുത്തു. അതാണ് പറഞ്ഞത്, ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് നല്ലതിനായിരിക്കാം. ഇതിപ്പോ നല്ലതിനായി മാറിയല്ലോ. പിന്നെ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 15 കൊല്ലത്തിന് ശേഷമാണ്. ഷുക്കൂർ എന്ന് പറഞ്ഞ സാധനം കത്തി കയറിയപ്പോ നിങ്ങളെവിടെ, നിങ്ങളെത്തില്ല പഠിക്കണേ? ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ്. ആ 5ാം ക്ലാസ്സിന് ഇന്ന് ഇവിടെ വന്ന് ഇന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സമയം എടുത്തു. അപ്പൊ അന്ന് സംഭവിച്ചത് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്കൊരു പിന്നെ ഒരു സമയമാണല്ലോ, എനിക്ക് നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ യോഗമാണല്ലോ. ഇതായത് ഇപ്പോഴാണ്.
അപ്പോഴാണ് ഇതിന്റെ ഒക്കെ മുകളിൽ ദൈവമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത മാറ്റൊന്നുമല്ല പോവാ. ശരിക്കും ഉറപ്പല്ലേ ഈ 15 വർഷം കൊണ്ട് ഞാൻ എവിടെയോ എത്തിപ്പെടേണ്ട ആളാ, അവിടെ എത്തിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ വെബ് സീരീസ് തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയേറെ ഗ്രാഫ് മേലക്കാം. അപ്പൊ ഞാനിത് ഓഡിയൻസിന് നമ്മളെ വീണ്ടും വരുമ്പോ ആ പഴയ ചുക്കൂറല്ലേ ആ ഒരു മൈൻഡിൽ കാണും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആ മൈൻഡ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ചുക്കൂർ എന്നല്ല, പഴയ ചുക്കൂർ പോയി, പഴയതെന്നില്ല ആ പേര് മാറി ചുക്കൂർ എന്നുള്ള ലെവലിലേക്ക് വന്നു. അതാണ് നമ്മളെ ആവശ്യം. ഇതാണ് നമുക്ക് മൊത്തത്തിൽ പറയല്ലേ. ഇന്റർവ്യൂ ആൾക്കാർ കാണട്ടെ, കമന്റ് നമുക്ക് വായിക്കാം. എന്നിട്ട് ബാക്കി അവര് പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് വരും. എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും. പിന്നെന്താ അതെന്താ അറിയോ, ഈ പറയണോ തുടങ്ങിയില്ലെങ്കിൽ തീർത്താളാ. അല്ല, ഇത് നമ്മള് ചിലപ്പോ ഗ്രാഫ് താണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് വരുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു അരോചകത്വം. ഈ അരോചകത്വം അവരെ കൊണ്ടെത്തിക്കുന്നത് ഈ കമന്റ് ബോക്സിലായിരിക്കും. ഈ കമന്റ് ബോക്സിന്റെ പുറകെ പോയി ഇന്ന അറാസ് ചെയ്ത് എഴുതിനെക്കാട്ടിലും നല്ലത് അടുത്തൊരു വഴി അവർക്ക് എന്താ വളരാന്നുള്ളത് നോക്കി പോവുകയാണ് അവർക്ക് നല്ലത്. മറ്റേത് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇതിന്റെ പുറകിൽ അവരങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലും വജ്ജു വാങ്ങിന്റെ ഇന്റെ മുകളിൽ എത്താൻ നോക്കാം മാക്സിമം. നമുക്ക് പരാതിയില്ല, അമ്മക്ക് ആരോടും പരാതിയില്ല. വന്നാൽ എന്താ പോയാലെന്താ, ചാത്തപ്പൻ എന്ത് വയസ്സാ, അമ്മക്ക് എന്ത് പ്രശ്നം. ഇത്രയും നേരം ഈ പറഞ്ഞില്ല ആരെയും വിമർശിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇല്ല, നമ്മൾ വിമർശിച്ചിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ തന്നെ സോറി പറയണേ, നാളെ മാപ്പ് പറയാൻ പറ്റില്ല, പിന്നെ തന്നെ മാപ്പ്. അതായത് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഭയങ്കര സന്തോഷം. നമുക്കിങ്ങനെ ഒരു അവസരം തന്നതിന് സന്തോഷം. ഏതായാലും എല്ലാവിധ ആശംസകളും. നിങ്ങൾ നമ്മളെ വന്ന് ഇന്റർവ്യൂ ചെയ്തതിന് സന്തോഷം. ഇനിയും ഇൻഷാല്ലാ നമുക്ക് നല്ല പ്രൊജക്ടുകളുമായിട്ട് വരാൻ പറ്റണം, വന്ന് വിജയിക്കണം. വീണ്ടും നിങ്ങൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള യോഗം ഉണ്ടാവട്ടെ ഇൻഷാല്ലാ.